ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. റെഡിയായോ എല്ലാവരും? ഓക്കെ, ഇപ്പൊ നമ്മള് മെഡിക്കൽ റെക്കോർഡ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ റെക്കോർഡ്സിനകത്ത് ക്ലിനിക്കൽ ഡാറ്റ, ദാറ്റ് മീൻസ് ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് വേണ്ട ട്രീറ്റ്മെന്റിന് വേണ്ടി വരുമ്പോ ഓരോ പേഷ്യൻസിനും എന്തൊക്കെ കാര്യങ്ങളാണോ ഒരു ഹോസ്പിറ്റലിൽ ചെയ്തു വെക്കുന്നത്, അതെല്ലാം എന്താ പറയാ പേഷ്യൻസിൽ നിന്നും കളക്ട് ചെയ്യുന്ന പല ഇൻഫോർമേഷൻസ് ആണ്, വിച്ച് ബിക്കംസ് എ ഡാറ്റ. അതെന്തായി മാറും? അത് ഒരു ഡാറ്റയായി മാറുന്നു. അത്തരം ഡാറ്റാസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് മെഡിക്കൽ ട്രീറ്റ്മെന്റിനായി വരുന്ന പേഷ്യൻസിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് ബിക്കംസ് ഡാറ്റ, അത് ഡാറ്റയായി മാറുന്നു. അങ്ങനെ ഒരു ക്ലിനിക്കൽ ഡാറ്റാസ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എവിടെ വരെ പറഞ്ഞെന്നറിയാമോ? ഒരു 22 ഡാറ്റാസ് പേഷ്യൻസിൽ നിന്നും കളക്ട് ചെയ്ത് വെക്കുന്നതുണ്ട്. അതില് കുറച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എവിടെ വരെ പറഞ്ഞു എന്ന് വല്ല ഓർമ്മയുണ്ടോ? അനസ്തേഷ്യ റിപ്പോർട്ട് വരെയാണെന്നാണ് എന്റെ ഓർമ്മ. ശരിയാണോ? അനസ്തേഷ്യ റിപ്പോർട്ട് വരെയാണ്. യെസ്, അതെ, അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. വായിച്ചൊക്കെ നോക്കിയില്ല എല്ലാവരും അല്ലെ? സിമ്പിൾ കാര്യങ്ങളാണ്, വലിയ കാര്യങ്ങളൊന്നുമില്ല. കാരണം മെഡിക്കൽ റെക്കോർഡുകൾ അത് എന്ത് കാര്യങ്ങൾ പേഷ്യൻസിൽ ചെയ്താലും അതിന് ചെറുതും വലുതുമായ പല ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് റെക്കോർഡ് ചെയ്ത് ഒരു കാലഘട്ടം വരെ അത് സൂക്ഷിക്കണം. ബിക്കോസ് ചിലതാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റുകളും റിപ്പോർട്ടുകളും ആണെങ്കിൽ കാലാകാലത്തോളം അത് അവിടെ ഇരിക്കണം, ഏതെങ്കിലും തരത്തിലുള്ള ലീഗലി ഫോർവേഡ് ചെയ്യേണ്ട ഡോക്യുമെന്റുകളൊക്കെ. അപ്പൊ ഈ ഓൾ റെക്കോർഡ്സ്, ഇത് ഈ പറയുന്ന തരത്തിലുള്ള പല റെക്കോർഡുകളും അവിടെ റിപ്പോർട്ടുകളായിട്ട് രേഖപ്പെടുത്തുന്ന ആ കുറെ റിപ്പോർട്ടുകളുടെ പേരുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ അനസ്തേഷ്യയുടെ റിപ്പോർട്ട് വരെയാണ് നമ്മൾ പറഞ്ഞത്. അനസ്തേഷ്യ റിപ്പോർട്ടിൽ എന്തൊക്കെ വരും? all the documents which is connected with the anesthesia, anesthesia കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ the amount of concentration of anesthesia, എന്തോരം amount of anesthesia പ്രൊവൈഡ് ചെയ്യുന്നത്, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഏജ്. അതായത് ആളുകളുടെ പ്രായത്തിനനുസരിച്ചൊക്കെയാണ് അനസ്തേഷ്യ കൊടുക്കുക. കൂടിപ്പോകാൻ പാടില്ല. അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന സൈഡ് എഫക്ട് അല്ലെങ്കിൽ അതൊക്കെ ചിലപ്പോൾ ചില ഡേഞ്ചറസ് സിറ്റുവേഷൻസിലേക്ക് പോകും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ എത്രയാണോ ഒരു പേഷ്യന്റിന് കൊടുക്കാൻ പാടുള്ളത് അത് അവരുടെ ആരോഗ്യസ്ഥിതിയും മറ്റുമൊക്കെ കണക്കിലെടുത്തിട്ടാണ് അത് പ്രൊവൈഡ് ചെയ്യുക. അത് എത്ര കൊടുത്തു എന്നൊക്കെ നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നത് നല്ലതാണ്. ആൻഡ് അതിന്റെ ടൈം ഇഫക്റ്റ്, അത് ഇഫക്റ്റ് ആകാൻ വേണ്ടി എടുക്കുന്ന സമയം, അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അനസ്തേഷ്യ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണം. ആൻഡ് ഓൾസോ ഈ പറയുന്ന അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്നതിന് മുൻപും പിൻപും ഒക്കെ പേഷ്യൻസിന്റെ അനസ്തെറ്റിക് കണ്ടീഷൻ, കൊടുക്കാൻ പറ്റുന്ന ആളാണോ അല്ലേ എന്നുള്ളത് കാണണം. പിന്നെ ടെമ്പറേച്ചർ ലെവൽ പരിശോധിക്കണം, പൾസ് റേറ്റ് നോക്കണം, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ നോക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം, മോണിറ്റർ ചെയ്യണം. അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണം. ദാറ്റ് മീൻസ് ആഫ്റ്റർ ദ അനസ്തേഷ്യ ആൻഡ് ഓൾസോ ബിഫോർ. പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പും അതിന് പിമ്പും ഒക്കെ ഇതൊക്കെ എഴുതി വെക്കണം. അതൊക്കെ റിപ്പോർട്ടുകളാണ്. അതെല്ലാം പിന്നീട് ചിലപ്പോൾ ആവശ്യം വരാവുന്ന റിപ്പോർട്ടുകളാണ്. ക്ലിയർ ആണല്ലോ? അവിടെ വരെ നമ്മൾ പറഞ്ഞിട്ട് ആൻഡ് അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. സമയം കളയുന്നില്ല, ബിക്കോസ് കളയാൻ. ഓപ്പറേഷൻ റിപ്പോർട്ടാണ്. ഓക്കെ, അടുത്തത് ഓപ്പറേഷൻ, സർജറി. നമുക്കറിയാം, കേൾക്കുമ്പോൾ തന്നെ ആ വാക്കിൽ തന്നെ അറിയാം, സർജറി സമയത്തും പല കാര്യങ്ങളും ഇതുപോലെ മോണിറ്റർ ചെയ്യുന്നതും, അല്ലെങ്കിൽ സർജറിക്ക് മുമ്പ് അനസ്തേഷ്യ, അപ്പോഴും നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യണം. ഇന്ന അനസ്തേഷ്യ ആണ് ഇന്ന പേഷ്യന്റിന് ഈ സർജറിക്ക് വേണ്ടി കൊടുത്തത്, അതൊക്കെ എഴുതണം. അപ്പൊ പ്രീ അനസ്തേഷ്യ ആൻഡ് ഓൾസോ ദ കൺസെന്റ് ഫോർ ദ സർജറി, സർജറിക്ക് വേണ്ട സമ്മതം കിട്ടിയത്,
അങ്ങനെയുള്ള ഡാറ്റാസ്. പിന്നെ അനസ്തെറ്റിക് റിപ്പോർട്ട്സ് ആഫ്റ്റർ ദ സർജറി കഴിഞ്ഞതിന് ശേഷം അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റിപ്പോർട്ടുകൾ, ഓപ്പറേഷൻ റിപ്പോർട്ട്, ഇതെല്ലാം ഈ ഓപ്പറേഷൻ റിപ്പോർട്ടിനകത്ത് വരും. പ്രീ ഓപ്പറേറ്റീവ് ആയിട്ടുള്ള വല്ല ഡയഗ്നോസിസ് ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ, ലാബ് ടെസ്റ്റുകളോ റേഡിയോളജി ഉപയോഗിച്ചോ എന്തെങ്കിലും ടെസ്റ്റുകൾ സർജറിക്ക് മുമ്പ്, നമുക്കറിയാം ഓപ്പറേഷന് മുമ്പ് ചിലപ്പോ ചില ടെസ്റ്റുകൾ കൂടി നടത്തേണ്ടി വരും. ബ്ലഡ് ലെവലിന്റെ കാര്യമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ BP-യോ മറ്റു കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തതോ ഷുഗർ ലെവൽ ടെസ്റ്റ് ചെയ്തതോ അതിന്റെയൊക്കെ റിപ്പോർട്ട് ഉണ്ടാവുമല്ലോ. അപ്പൊ അതും ഈ പറയുന്ന ഈ റിപ്പോർട്ട്സിനകത്ത് ഉൾപ്പെടുത്തേണ്ടതാണ്. ആൻഡ് ഓൾസോ ആഫ്റ്റർ ദ ഓപ്പറേഷൻ സർജറി, ഈ സർജറിക്ക് ശേഷം ഈ സർജറിയുടെ ഇൻ ബിറ്റ്വീൻ ആ സമയത്ത് ഇഫ് ദേ ഡയഗ്നോസിസ്, അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇഫ് ദേ ഹാവ് ഡിറ്റക്റ്റഡ് സം നോർമൽ ഓർ അബ്നോർമൽ ഓർഗൻസ് എക്സ്പ്ലോർ, അതായത് നമ്മുടെ രോഗിയുടെ അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അബ്നോർമൽ ആയിട്ട് എന്തെങ്കിലും കണ്ടെത്തലുകൾ നടത്തി, അതായത് ഓപ്പറേഷന്റെ സമയത്ത് എന്തെങ്കിലും കണ്ടെത്തലുകൾ നടത്തി, അല്ലെങ്കിൽ ഓപ്പറേഷന്റെ മറ്റ് പ്രൊസീജിയേഴ്സ് എന്തെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത്. പിന്നെ സ്യൂച്ചേഴ്സ് മീൻസ് സ്റ്റിച്ചിങ് ആണ്. അതായത് രോഗിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ എത്ര സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്, അല്ലെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും സ്റ്റിച്ച് ഇടണം, അതിന്റെ നമ്പർ ഉണ്ടായിരിക്കും അത്. പിന്നെ വട്ടബർ എക്യുപ്മെന്റ് സ്മോൾ ഓർ ലാർജ്, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഉപകരണങ്ങളും വലുതുമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എഴുതി വെക്കും. ഇന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഒന്നിനും അല്ലെങ്കിലും ചിലപ്പോഴൊക്കെ നമ്മൾ ഇതെടുത്ത് ഉപയോഗിക്കുമ്പോ ഇതിന്റെയൊക്കെ എണ്ണവും അത് എത്ര എണ്ണം ഏതൊക്കെയാണ് എന്നൊക്കെ കറക്റ്റ് ആയിട്ട് അവിടെ രേഖപ്പെടുത്തി വെച്ചാലുണ്ടല്ലോ, ഇത് ഓപ്പറേഷൻ കഴിയുമ്പോൾ ഇതൊക്കെ പുറത്ത് തന്നെ ഉണ്ടോന്ന് അറിയണ്ടേ. അത് അല്ല, ചിലപ്പോഴൊക്കെ മനുഷ്യനാണ്, അബദ്ധങ്ങൾ സംഭവിക്കാം. അങ്ങനത്തെ ഒരുപാട് വാർത്തകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇല്ലേ? ക്ലിയർ ആയിട്ടുള്ള ഒത്തിരി വാർത്തകൾ നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. അതൊക്കെ അവിടെ വെച്ചിട്ട് മറന്നുപോയി, ഇത് പേഷ്യന്റിന്റെ ബോഡിയിൽ അകത്തായി പോയി, അതൊക്കെ ഇഷ്ടംപോലെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അതൊക്കെ ഡിറ്റക്ട് ചെയ്യാനും അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാനൊക്കെ ഈ പറയുന്ന സാധനങ്ങളുടെ പേരുകൾ, അതായത് സർജൻ ഉപയോഗിക്കുന്നതും ഓൾസോ അസിസ്റ്റന്റുകൾ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഇത്തരം എക്യുപ്മെന്റ്സിന്റെ പേരുകളൊക്കെ അവിടെ മെൻഷൻ ചെയ്ത് റിപ്പോർട്ടാക്കി എഴുതിയിട്ടുണ്ട്. ഇന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ സർജറി, ഈ ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അസിസ്റ്റ് ചെയ്തത് ആരാണ്, അവരുപയോഗിച്ച കാര്യങ്ങൾ, സ്പോഞ്ചസ്, അതുപോലെ തന്നെ ഗ്ലൗസ് എത്ര എണ്ണം, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് ഒക്കെ ഉപയോഗിച്ച് വെച്ച കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് റെക്കോർഡിൽ വരണം. ഏത് റെക്കോർഡിൽ വരണം? ഓപ്പറേഷൻ റിപ്പോർട്ടിൽ. അപ്പൊ ഓപ്പറേഷൻ റിപ്പോർട്ടിൽ എന്താണ്? കൺസെന്റ് ഫോർ സർജറി, സർജറിക്ക് വേണ്ടി സമ്മതം, പ്രീ സർജറി ആയിട്ടുള്ള അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്തത്, അതിനുശേഷമുള്ളത്, പിന്നെ ഓപ്പറേഷൻസ് റിപ്പോർട്ട്, പിന്നെ അതിനുശേഷം എന്താ പറയാ ഡയഗ്നോസിസ്, എന്തെങ്കിലും സർജറിക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകൾ ലാബോ അല്ലെങ്കിൽ മറ്റു റേഡിയോളജിയോ ഒക്കെ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ട്സ്. ആൻഡ് ഇഫ് എനി നോർമൽ ഓർ അബ്നോർമൽ ഓർഗൻസ് ഡിറ്റക്റ്റഡ്, അതായത് നമ്മുടെ ശരീരഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നോർമലോ അബ്നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവർ ഡിറ്റക്ട് ചെയ്ത്, സർജറിയിലായിരിക്കും ചിലപ്പോ ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടെന്നൊക്കെ ചിലപ്പോ ഓപ്പറേഷൻസ് ഒക്കെ കഴിയുമ്പോഴായിരിക്കും കണ്ടെത്തുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത്. ആൻഡ് അവിടെ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള പ്രൊസീജിയേഴ്സ്, അതുപോലെ സ്യൂച്ചേഴ്സ്, അതുപോലെ തന്നെ ഡ്രെയിൻസ് പറഞ്ഞാൽ ഇങ്ങനെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അതും സ്പോഞ്ചസ് ഒക്കെ ഇതൊക്കെ വൈപ്പ് ചെയ്ത് ബ്ലഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വൈപ്പ് ചെയ്തെടുക്കാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളത്. പിന്നെ മാത്രമല്ല ആരാണ് സർജറി പെർഫോം ചെയ്ത ആള്, ആ സർജന്റെ പേരുണ്ടായിരിക്കും, അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അവരുടെ പേരും. ഓൾ ദീസ് തിങ്സ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദ ഓപ്പറേഷൻ റിപ്പോർട്ട്. അപ്പൊ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യവും അതിനകത്ത് വരും. അത്രേ ഉള്ളൂ. അതാണ് ഓപ്പറേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? മനസ്സിലായ? അടുത്തതിലേക്ക് പോയിക്കോട്ടെ. റിക്കവറി റൂം റെക്കോർഡാണ് അടുത്തത്. റിക്കവറി റൂം റെക്കോർഡ് ആഫ്റ്റർ ദ സർജറി, ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ സർജറി. നമുക്കറിയാം സർജറി കഴിഞ്ഞതിന് ശേഷം അധിക സമയമൊന്നും നമ്മളെ സർജറി റൂമിൽ, ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ എന്ത് ചെയ്യില്ല, കിടത്തില്ല. ആൻഡ് വി വിൽ ബി ഷിഫ്റ്റഡ് ടു എനി റിക്കവറി റൂംസ്. റിക്കവറി റൂമിലേക്ക് ആയിരിക്കും നമ്മളെ ഷിഫ്റ്റ് ചെയ്യുക. ചിലരെ നേരിട്ട് റൂംസിലേക്ക് പോകും, ചിലർക്ക് ഒന്നുകൂടി റിക്കവർ ആയി വരാൻ വേണ്ടിയിട്ട് റൂംസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ചുകൂടി കൂടുതൽ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് സർജറിക്ക് ശേഷം ഉണ്ടാകുന്ന എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലാണ് ഇപ്പൊ റിക്കവറി റൂമിലേക്ക് അവരെ മാറ്റും, അല്ലെങ്കിൽ നഴ്സിംഗ് റൂമിലേക്ക് മാറ്റും. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് മാറ്റുന്നത് വരെ after the surgery and while they are reaching to the nursing room, ആ റിക്കവറി റൂമിലേക്ക് നഴ്സിംഗ് റൂമിലേക്ക് എത്തുന്നത് വരെയുള്ള മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ പറയുന്ന റെക്കോർഡ്സിലാണ് കംപ്ലീറ്റ് ചെയ്ത് വെക്കേണ്ടത്. റിക്കവറി റൂം റെക്കോർഡ്. ഓപ്പറേഷന് ശേഷം പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇയാളെ ഏത് റൂമിലേക്ക് മാറ്റി എന്നുള്ളത്
ആൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തണം. അപ്പൊ ആഫ്റ്റർ ലീവിങ് ദ ഓപ്പറേഷൻ തിയേറ്റർ, ഓപ്പറേഷൻ റൂമിൽ നിന്ന് മാറി അല്ലെങ്കിൽ ലീവ് ചെയ്ത് എവിടേക്ക് എത്തുന്നത് വരെ, നഴ്സിംഗ് റൂമിലേക്ക്, റിക്കവറി റൂമിലേക്ക് ഒക്കെ എത്തുന്നത് വരെയുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, ഇതിനകത്ത് റെക്കോർഡ് ചെയ്യേണ്ടത്. ടൈമും മറ്റു കാര്യങ്ങളൊക്കെ ഇന്ന സമയത്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് വിട്ടു അല്ലെ, നഴ്സിംഗ് റൂമിൽ ഇന്ന സമയത്തിന് എത്തി, ആൻഡ് ഇൻ ബിറ്റ്വീൻ അവർ അതെങ്ങനെ കൊണ്ടുപോയിന്നോ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവരവിടെ എത്തിച്ചതെന്നോ എന്തെങ്കിലുമൊക്കെ മറ്റ് നഴ്സിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾ ദീസ് തിങ്സ് വിൽ ബി റെക്കോർഡഡ് ഇൻ ദിസ്. ഈ പറയുന്ന റെക്കോർഡിലായിരിക്കും അതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുക. ക്ലിയർ ആണല്ലോ? റിക്കവറി റൂം റെക്കോർഡ് ഓരോന്നിനും അതിൻ്റെതായ രീതിയിലുള്ള റെക്കോർഡ്സ് ആണ്. അടുത്തത് നഴ്സിംഗ് നോട്ട്സ് ആണ്, അതും റെക്കോർഡാണ്. നഴ്സസ് ഓൾസോ ഹാവ് ടു ഒബ്സർവ് ദ പേഷ്യൻസ്. നമുക്കറിയാം ഡോക്ടർമാര് ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേഷ്യൻസിനെ ചെക്ക് ചെയ്യാനായിട്ട് രാവിലെയും വൈകുന്നേരമൊക്കെ റൗണ്ട്സിന് പോകുന്ന സമയത്ത് അവർ വിസിറ്റ് ചെയ്യും. ആൻഡ് അവർ അന്നേരം എന്താ ചെയ്യാ, തയ്യാറാക്കുന്നത് എന്താ, പ്രോഗ്രസ് നോട്ട്സ് ആണ്. എത്രത്തോളം നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ ഈ പറയുന്ന പേഷ്യന്റിൽ ഫലിക്കുന്നുണ്ട്, ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ ദേ പ്രിപ്പയർ എ പ്രോഗ്രസ് നോട്ട്സ്. അവരൊരു പ്രോഗ്രസ് നോട്ട്സ് തയ്യാറാക്കുന്ന കാര്യം നമ്മൾ മുന്നേ പറഞ്ഞു. അതുപോലെ തന്നെ ലൈക്ക് ദിസ് നഴ്സസ് ഓൾസോ പ്രിപ്പയർ സം നോട്ട്സ്. അവരും എന്ത് ചെയ്യണം, ഒരു നോട്ട് തയ്യാറാക്കണം. എന്തിനാ, അതായത് ഈ എല്ലാ സമയത്തും ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മുടെ നഴ്സസിന് ഇവരെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിനെ ഒബ്സർവ് ചെയ്യാനൊന്നും പറ്റില്ല അല്ലെ, സോറി ഡോക്ടേഴ്സിന് വന്ന് നോക്കാനൊന്നും പറ്റില്ല. അപ്പൊ അതിന് പകരമാണ് നഴ്സസ് വിൽ ബി അലോട്ടഡ് ഇൻ ഈച്ച് ഫ്ലോർ. അതായത് നമ്മളുടെ റൂംസ് ഉള്ള ഹോസ്പിറ്റൽസിൽ അഡ്മിറ്റഡ് ആയി കിടക്കുന്ന പേഷ്യൻസ് കിടക്കുന്ന റൂമുകൾ ഉള്ളിടത്ത് അല്ലെങ്കിൽ വാർഡ് ഉള്ളിടത്ത് അവിടെയൊക്കെ കുറച്ച് നഴ്സസിന്റെ ഒരു മുറിയില് ഒരു ക്യാബിൻ അവർക്ക് വേണ്ടി കൊടുത്തിട്ട് അവിടെ അവരെ അലോട്ട് ചെയ്തിരിക്കും. സോ ദാറ്റ് അവിടെയുള്ള ആ ലൈനിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഫ്ലോറിലുള്ള പേഷ്യൻസിനെ, റൂംസിലായിക്കോട്ടെ വാർഡുകൾക്ക് വേറെ ആണെങ്കിൽ അങ്ങനെ അവർക്ക് എന്താ പറയാ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടില്ല, അവിടെ എത്ര പേഷ്യൻസ് ആ ഒരു ഫ്ലോറിലുണ്ട് അഡ്മിറ്റഡ് ആണ് അതിനനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള നഴ്സസിനെ അവിടെ അലോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അവരെന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടോ ഇടയ്ക്ക് പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. പനിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു 3-4-5 മണിക്കൂർ കൂടുമ്പോൾ ഒന്ന് പോയി പനി ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ BP നോക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് എന്താ പറയാ ഹോസ്പിറ്റൽസ് ഓൾസോ ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് ദേ ആർ മെഷറിംഗ്. അതായത് ഈ പറയുന്ന പേഷ്യൻസിന്റെ പല കാര്യങ്ങളും ഇവർ അളക്കുന്നുണ്ട്. അവരെ കൂടി അളക്കാൻ, ആരെ നഴ്സസിനെ കൂടി അളക്കാനുള്ള ഒരു കാര്യമാണ് ഈ നഴ്സസ് നോട്ട്സിലൂടെ നമുക്ക് മനസ്സിലാക്കാം. കാരണം പേഷ്യൻസിനെ ഒബ്സർവ് ചെയ്യാതെ ഇവർക്ക് ഇവിടെ ഇങ്ങനെ എഴുതി വെക്കാൻ പറ്റില്ലല്ലോ, നോട്ടുകൾ പോലെ ഇങ്ങനെ എഴുതി വെക്കാൻ പറ്റില്ല, കുറിപ്പുകൾ തയ്യാറാക്കാൻ പറ്റില്ല. അപ്പൊ പേഷ്യൻസിന് ഇവരെ സന്ദർശിക്കുന്നുണ്ടെന്നും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്താനും ഹോസ്പിറ്റൽസിന് പറ്റും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾക്കും അത്തരം റെക്കോർഡ്സ് കൂടിയേ തീരൂ. അതാണ് പറഞ്ഞേക്കണേ. ഇറ്റ് നറേറ്റ്സ് ദ പേഷ്യൻസ് റിക്വയർമെന്റ്സ്. അപ്പൊ ഈ നഴ്സസ് തയ്യാറാക്കുന്ന നോട്ട്സില് പേഷ്യന്റിന്റെ ആവശ്യങ്ങള്, പേഷ്യന്റിന്റെ പ്രോബ്ലംസ്, അവരുടെ കേപ്പബിലിറ്റീസ്, അവരുടെ ലിമിറ്റേഷൻസ്, എന്തൊക്കെ പോരായ്മകളുണ്ട് ആ പേഷ്യന്റിന്, അങ്ങനെയൊക്കെ പേഷ്യൻസിന്റെ ബിഹേവിയറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ അതിനകത്ത് നോട്ട് ചെയ്യും. ഓക്കെ, അതാണ് നറേറ്റ് ചെയ്യുന്നത്. അവരുടെ നോട്ട്സിൽ ഈ പറയുന്ന കാര്യങ്ങളായിരിക്കും നഴ്സസ് ഉൾപ്പെടുത്തുക. ആൻഡ് ഓൾസോ ദിസ് ഡോക്യുമെന്റ് ഇൻക്ലൂഡ്സ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് നഴ്സിംഗ് മെഷേഴ്സ്. എത്രത്തോളം ഇവര് ഓരോ പേഷ്യന്റിനെ എന്താ പറയാ നോക്കി ശുശ്രൂഷിച്ചു എന്നുള്ളത് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷനും ഈ പറയുന്ന നോട്ടിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് നമുക്ക് ഡോക്ടേഴ്സിന് മനസ്സിലാക്കാം, ഇന്ന ടൈമില് ഇവര് ഈ പറയുന്ന പേഷ്യൻസിനെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, അതുപോലെയുള്ള കാര്യങ്ങൾ അവരിൽ നിന്ന് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ അവർക്കും ആൻഡ് ഓൾസോ അവർക്ക് എൻഷുർ ചെയ്യാം ദേ ഹാവ് പ്രൊവൈഡഡ് ക്വാളിറ്റി സർവീസസ്, അല്ലെങ്കിൽ നല്ലൊരു ഹെൽത്ത് കെയർ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പിക്കാനും പറ്റും. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് നഴ്സസ് ഹാവ് ടു പ്രിപ്പയർ ദെയർ നോട്ട്സ്. അവരും അവരുടെ നോട്ട് തയ്യാറാക്കുന്നുണ്ട്. ഡോക്ടറിന്റെ നോട്ട് തയ്യാറാക്കുന്നു, നഴ്സസിന്റെ നോട്ട് തയ്യാറാക്കുന്നു. നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ ഹോസ്പിറ്റൽസിൽ നമുക്ക് തന്നെയോ അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും അടുത്തുള്ളവർക്കോ എന്തെങ്കിലുമൊക്കെ വയ്യാണ്ടോ എന്ന് അഡ്മിറ്റ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അവരെ കാണാൻ പോകും അല്ലെ. ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നവരെ ഇപ്പൊക്കെ കുറെയൊക്കെ കുറഞ്ഞു. കാരണം ഇന്ന് നമുക്കറിയാം ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന ആളുകളെ പേഷ്യൻസിനെ നമ്മൾ അധികം ഒന്നും അങ്ങോട്ട് പോയി കാണില്ല. ബിക്കോസ് പുറത്തുനിന്ന് ഭയങ്കര ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ കൂടെ അറ്റ്മോസ്ഫിയറിൽ കൂടെ ഒക്കെയാണ് നമ്മളിങ്ങനെ കടന്ന് അവരുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പൊ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നവർക്ക് ഇമ്മ്യൂണിറ്റി ഒക്കെ ഭയങ്കര കുറവായിരിക്കും. അപ്പൊ അവർക്ക് പെട്ടെന്ന് രോഗങ്ങളൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ പരമാവധി അത് ഒഴിവാക്കും. വരട്ടെ, വീട്ടിലേക്ക് വരട്ടെ എന്നൊക്കെ അല്ലെ. സർജറീസ് ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. പക്ഷെ പണ്ടൊക്കെ അങ്ങനെയല്ല. പണ്ടങ്ങനെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമ്മൾ ആരെങ്കിലും അയ്യോ ഹോസ്പിറ്റലിൽ പോയിട്ട് അവര് ഹോസ്പിറ്റലായിട്ട് കണ്ടില്ലാന്ന് അല്ല എന്താ പറയാ ചെന്ന് കണ്ടില്ലാന്ന് എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പോകും അല്ലെ. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇടയ്ക്ക് നമ്മൾ ചെന്നിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോ നഴ്സ് എന്ത് ചെയ്യാ ചെക്ക് ചെയ്യാനായിട്ടൊക്കെ വരിക
അല്ലെ പേഷ്യന്റിനെ ഒബ്സർവ് ചെയ്യാൻ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പുറത്തേക്ക് ഇറങ്ങി നിൽക്കും. ബിക്കോസ് നമ്മൾ അവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആകത്ത് ആ രോഗിയെ ഏത് രീതിയിലാണോ ശുശ്രൂഷിക്കേണ്ടത് അത് നഴ്സസിന് അറിയാം. അപ്പൊ നമ്മൾ അവിടെ വെറുതെ ഇങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ കണ്ടിട്ടുണ്ടാവും അവരിങ്ങനെയൊക്കെ വന്ന് നോക്കുന്നതും പരിശോധിക്കുന്നതും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അവരുടെ കയ്യിൽ ഇങ്ങനെ ഒരു സ്പൈറൽ ബുക്ക് ഉണ്ടായിരിക്കും, അതിനകത്ത് അവർ നോട്ട് ചെയ്യും. ഓക്കെ, ഇതെന്താ നോട്ട് ചെയ്യുന്നത്? ഈ പറയുന്ന പേഷ്യന്റിനെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളാണ് ഇതിനകത്ത് നോട്ട് ചെയ്യുക. അപ്പൊ ഇതെല്ലാം നഴ്സിംഗ് റെക്കോർഡ്സിൽ പെടുന്നതാണ്. ക്ലിയർ ആയല്ലോ? ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ TPR ചാർട്ട് ആണ്. എന്താ TPR? T for temperature, P for pulse and R for respiration. ബ്ലഡ് പ്രഷർ ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും അത് മെഷർ ചെയ്ത് അത് ലിസ്റ്റ് ചെയ്യുന്ന ഒരു ചാർട്ട്, അതാണ് TPR. ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, ബ്ലഡ് പ്രഷർ ഒക്കെ മെഷർ ചെയ്ത് അത് ലിസ്റ്റ് ആയിട്ട് ചാർട്ടായിട്ട് എഴുതി തയ്യാറാക്കുന്നു. അതും ഒരു റെക്കോർഡായി മാറുന്നുണ്ട്. അത് TPR ചാർട്ടാണ്. ക്ലിയർ ആയോ? അത്രേ ഉള്ളൂ. അതൊന്ന് മാർക്ക് ചെയ്തേക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്. TPR ചാർട്ടിനകത്ത് ഏതൊക്കെ വരുന്നോ, അയ്യോ TPRന് T എന്തിനെ സൂചിപ്പിക്കുന്നോ P എന്തിനെ സൂചിപ്പിക്കുന്നോ ഒക്കെ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. ക്ലിയർ ആണല്ലോ? ഞാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത ടോപ്പിക്കാണ്. നമുക്ക് റെക്കോർഡ്സിനകത്ത് എന്തൊക്കെയാണ് ഈ ഓരോ റെക്കോർഡിലും ഓരോ റിപ്പോർട്ടിലും എന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നെക്സ്റ്റ് വൺ മെഡിക്കേഷൻ ആണ്. മെഡിക്കേഷൻ ഷീറ്റ്. അപ്പൊ എന്തായിരിക്കും അതിനകത്ത് അത് ആ ഡോക്യുമെന്റിനകത്ത് തീർച്ചയായിട്ടും ദ മെഡിസിൻസ് ഗിവൺ to the patients. പേഷ്യൻസിന് കൊടുക്കുന്ന മരുന്നുകളാണ്. either orally or topically. Orally means വായിലൂടെ കഴിക്കാൻ കൊടുക്കുന്നതാകാം, അല്ലെങ്കിൽ topically means which is provided on the surface of the body or within the body. ബോഡിയുടെ പുറത്തേ കൂടി കൊടുക്കുന്നതോ അല്ലെങ്കിൽ അകത്തേ കൂടി കൊടുക്കുന്നതോ എന്തൊക്കെ മരുന്നുകൾ, മരുന്ന് രൂപം, ദാറ്റ് മീൻസ് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള മരുന്ന് രൂപത്തിൽ, ഡ്രഗ്സ് രൂപത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ പേഷ്യൻസിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ഡോക്യുമെന്റ് ആയിട്ട് എഴുതി വെക്കണം. ഇന്ന മരുന്ന് കൊടുത്തു, അതായത് ഇൻഹലേഷൻ പറയുന്നുണ്ട്. ഇൻഹലേഷൻ ആൻഡ് ഇൻഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് മരുന്നിന്റെ ഭാഗമാണ്. ഭയങ്കരമായിട്ട് ബ്രീത്തിങ് പ്രോബ്ലം ഉള്ള ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യും? ഇൻഹേൽ ചെയ്യാനായിട്ട് അവർക്ക് നെബുലൈസേഷൻ ചെയ്യും. അതിനകത്ത് മരുന്ന് വെച്ചിട്ടാണ് അല്ലെ ചെയ്യുന്നത്. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ നമ്മൾ വീട്ടിലിരിക്കുന്ന പോലെ ആവി പിടിക്കുന്നതാണോ? അല്ല, അതിനകത്ത് ഒരു മരുന്ന് അല്ലെ, ഒരു ഡ്രഗ് അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്താണ് ഉപയോഗിച്ച്, അത് എത്ര യൂണിറ്റ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ എത്ര എന്താ പറയാ MG അല്ലെ മില്ലിഗ്രാം ഒക്കെ ഉപയോഗിച്ചു എന്നുള്ളതൊക്കെ അവര് കൃത്യമായിട്ട് അതിനകത്ത് നോട്ട് ചെയ്യണം. ഇൻഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഇൻജെക്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. ഓക്കെ, അതൊക്കെ അകത്തേക്ക് കൊടുക്കുന്നത്. അപ്പൊ ബോഡിയുടെ പുറത്തോ ബോഡിയുടെ അകത്തേക്കോ ബ്ലഡ് സ്ട്രീമിലേക്കോ വായിലൂടെയോ അല്ലാതെയോ ഏതെങ്കിലുമൊക്കെ ഒരു മാർഗത്തിലൂടെ മെഡിസിൻസ് കൊടുക്കുന്നതാണ് മെഡിക്കേഷൻ ഷീറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. അറ്റ് ദാറ്റ് ടൈം അങ്ങനെ മെഡിക്കേഷൻ ഷീറ്റിൽ ഉൾപ്പെടുത്തുമ്പോൾ the name of the drug, the date on which it is provided, time അല്ലെ, എപ്പോഴാണ് മരുന്ന് കൊടുത്തത്, സമയം, ഡേറ്റ്, പിന്നെ മരുന്നിന്റെ പേര്, ആൻഡ് ഡോസ്, എത്ര ഡോസിലാണ് മരുന്ന് കൊടുത്തത്, ആൻഡ് ദ റൂട്ട് ബൈ വിച്ച് ഇറ്റ് ഈസ് ഗിവൺ, ഏത് റൂട്ടിൽ കൂടിയാ കൊടുത്തത്, ഏത് മാർഗത്തിൽ കൂടിയാ കൊടുത്തത്, വെയിലൂടെ കൊടുത്തോ, അത് ഇഞ്ചക്ട് ചെയ്യണമെങ്കിൽ വെയിനിൽ കൂടി അല്ലെ, സ്കിന്നിന്റെ പുറത്താണെങ്കിൽ അങ്ങനെ, വായിലൂടെ കൊടുത്തതാണെങ്കിൽ അങ്ങനെ. ചിലർക്ക് വായിലൂടെ കഴിക്കാൻ പറ്റില്ല, വെന്റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ മറ്റേതെങ്കിലും ഓപ്പണിങ്സ് ഉണ്ടായിരിക്കും, അവർക്ക് എവിടെയെങ്കിലും അതിൽ കൂടി ആയിരിക്കും അങ്ങനെ കൊടുക്കുക. അപ്പൊ വാട്ടവർ ഇറ്റ് ഈസ്, ഏത് രീതിയിലാണോ കൊടുത്തിരിക്കുന്നത് അതിന്റെ എല്ലാം കൃത്യമായിട്ട് വ്യക്തമായിട്ട് എഴുതി ഡോക്യുമെന്റ് ആയിരിക്കണം. ഓക്കെ, അതാണ് മെഡിക്കേഷൻ ഷീറ്റ്സിൽ വരിക. ക്ലിയർ ആണോ മെഡിക്കേഷൻ ഷീറ്റ്? മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് പെട്ടെന്ന് പറയണം, അല്ലെങ്കിൽ ഞാൻ അടുത്തേക്ക് പെട്ടെന്ന് പോകും. ക്ലിയർ ആണോ? യെസ്. ഓക്കെ, ഒരാളെങ്കിലും റിപ്ലൈ പറയണേ അവിടെ ഇരുന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഉച്ച സമയമില്ലേ ഉറങ്ങി പോകുന്നു നമ്മൾ വിചാരിക്കും. ഓക്കെ, എന്താ ചേട്ടാ മിക്കവാറും ആരും ഉറങ്ങാറില്ല, കാരണം അത്രയ്ക്ക് വലിയ ഒച്ചാണല്ലോ. അതുകൊണ്ട് നെക്സ്റ്റ് വൺ എന്താ? അടുത്ത എന്താണ്? മിസ്സലേനിയസ് റിപ്പോർട്ടാണ്. മിസ്സലേനിയസ് എന്ന് വെച്ചാൽ മറ്റ് അല്ലറ ചില്ലറ. അതാണ് ഈ മിസ്സലേനിയസ് വാക്ക് എന്ന് പറയുന്നത്. എന്താ പറയാ, ബാക്കിയുള്ള റിപ്പോർട്ടുകൾ. ബാക്കിയുള്ള റിപ്പോർട്ട് മീൻസ് അതായത് വേറെ ഏതെങ്കിലും തരത്തിലുള്ളത്. ഈ പറയുന്ന അനസ്തേഷ്യക്ക് അതിന് അങ്ങനെ ഒരു പേരുണ്ട്, മറ്റേത് ഇങ്ങനെ ഓരോന്നിനും ഒരു പേരുണ്ട്. ഈ ICU CCU അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അതായത് അവിടെയൊക്കെ കിടത്തിയിരിക്കുന്ന പേഷ്യൻസിന് അവിടെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. ഇഫ് എനി പേഷ്യൻസ് ആർ എന്താ പറയാ അഡ്മിറ്റഡ് ഇൻ ദ ICU or CCU, അവിടെയൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തൊക്കെയാണോ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അത്തരം റിപ്പോർട്ട്സ് ആണ് മിസ്സലേനിയസ് റിപ്പോർട്ട്സിൽ വരിക കേട്ടോ. ICU CCU രീതിയിലുള്ള അങ്ങനെയുള്ള ആളുകളെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ അവരെ സംബന്ധിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ മിസ്സലേനിയസ് റിപ്പോർട്ട്സിലാണ് ഡോക്യുമെന്റ് ചെയ്ത് കീപ്പ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? മിസ്സലേനിയസ് റിപ്പോർട്ട്സ് മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് എന്താ? ഫിസിക്കൽ തെറാപ്പി. ഓരോ റിപ്പോർട്ടും എന്തിനെ സംബന്ധിക്കുന്നതെന്ന് കണക്ട് ചെയ്ത് അങ്ങനെ പഠിച്ചാൽ മാത്രം മതി, വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, മാർക്ക് ചെയ്യാൻ പറയുന്നത് നന്നായിട്ട് പഠിക്കണം. നെക്സ്റ്റ് വൺ എന്താ? ഫിസിക്കൽ തെറാപ്പി. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ.
ഒന്ന് അണ്ടർലൈൻ ചെയ്തു വെച്ച് ഇപ്പോഴേ തന്നെ. ഫിസിക്കൽ തെറാപ്പി അപ്പൊ എന്തായിരിക്കും? അസസ്മെന്റ് ആൻഡ് ട്രീറ്റ്മെന്റ് വിച്ച് മേക്ക് യൂസ് ഓഫ്, അതായത് ഇവിടെ ഒരു തരത്തിലുള്ള ട്രീറ്റ്മെന്റ് രീതി തന്നെയാണ്. ഒരു മനുഷ്യന്റെ ബോഡി എന്നെ പരിശോധിച്ചിട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അവർക്ക് കൊടുക്കുന്ന ഒരു തരം ട്രീറ്റ്മെന്റ് ആണ്. പക്ഷെ ആ ട്രീറ്റ്മെന്റ് നമ്മൾ അകത്തേക്ക് മരുന്നുകളായിട്ടോ ഇൻജെക്ട് ചെയ്തോ ഒന്നും കൊടുക്കുന്നതല്ല. ഇറ്റ് ഈസ് ബൈ മേക്കിംഗ് യൂസ് ഓഫ്, എന്തുപയോഗിച്ചിട്ട്? ചിലപ്പോ ഹീറ്റ്, ചൂട് ഉപയോഗിച്ചാകാം, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചാകാം, എക്സസൈസിലൂടെ ആകാം, വാട്ടർ ഉപയോഗിച്ച്, വെള്ളം ഉപയോഗിച്ചിട്ടാകാം, എന്താ പറയാ, പിന്നെ എന്താണ് നമ്മുടെ കോൾഡ്, തണുപ്പ് ഉപയോഗിച്ചിട്ടാകാം, ഐസൊക്കെ വെച്ചിട്ട്, അൾട്രാസൗണ്ട് ഉപയോഗിച്ചിട്ടാകാം, പിന്നെ ഫിസിക്കൽ ആയിട്ടുള്ള മറ്റേതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാകാം. എന്തിനു വേണ്ടിയിട്ട്? to bring back the patient in its or them into its physical activity, അതായത് അവരുടെ ശരിയായ ബോഡി പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, അവരെ തിരിച്ച് അവരുടെ ബോഡി ഫങ്ഷനിങ്, അതായത് നമ്മുടെ ശാരീരികമായിട്ടുള്ള ഫങ്ഷനിങ് ഒക്കെ എന്തെങ്കിലും ഡിഫക്റ്റ് വരുമ്പോഴാണ് ഇത്തരം ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നത്. ട്രീറ്റ്മെന്റ് രീതി തന്നെയാണ്, പക്ഷെ ഇവിടെ മരുന്നായിട്ടല്ല കൊടുക്കുക. ഒരു തരം പ്രത്യേക രീതിയിലുള്ള മറ്റു കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ്, വെള്ളം ഉപയോഗിച്ച്, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച്, കോൾഡ്, തണുപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട്, എക്സസൈസിലൂടെ, അതുപോലെ ഹീറ്റ് ചെയ്ത്, അൾട്രാസൗണ്ട് മേക്ക് ചെയ്തിട്ടൊക്കെ ഉപയോഗിച്ചിട്ട് പേഷ്യന്റിനെ ബോഡി ഫങ്ഷനിങ് കൃത്യമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രീറ്റ്മെന്റുകൾ, അതിന്റെയൊക്കെ റെക്കോർഡ് വേറെ. അതേപോലെ വരേണ്ടത് ഫിസിക്കൽ തെറാപ്പി അല്ലെ, ഹീറ്റ് ഉപയോഗിച്ച്. ഇപ്പൊ നമുക്കറിയാം, എന്താ പറയാ, ഈ പറയുന്ന തെറാപ്പി, ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യില്ലേ, ഒരു തരം ചൂട് കൊടുത്തിട്ട് ഒക്കെയാണ് ഇപ്പൊ കൈയും കാലിലൊക്കെ എവിടെയെങ്കിലൊക്കെ വീണു ഒടിഞ്ഞു, അപ്പൊ എല്ലിനൊക്കെ എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് പറ്റി, ജോയിന്റുകളൊക്കെ അകന്നു പോകുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യാൻ പറയും. അത് ഹീറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടൊക്കെ അതിനെ ക്യൂർ ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പൊ കുറച്ച് ദിവസം നമ്മൾ ഇൻഹാബിലേറ്റ് ചെയ്ത് പേഷ്യന്റിനെ അവിടെ കിടത്തിയൊക്കെ ചെയ്യേണ്ടി വരും. വന്നു പോകാൻ പറ്റുന്ന പേഷ്യൻസ് ആണെങ്കിൽ അങ്ങനെയും പ്രൊവൈഡ് ചെയ്യും. അത് പേഷ്യന്റിന്റെ സൗകര്യം അനുസരിച്ച്. പിന്നെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചും ചില ഹീലിംഗ് കാര്യങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ നമുക്കറിയാം, സൈക്യാട്രി പോലെയുള്ള ഇൽനെസ് ബാധിക്കുന്ന ആളുകൾ അവിടെ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന കാര്യത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വാട്ട് ഈസ് യൂസ്ഡ് ദർ? അവിടെ എന്താ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്? ഇലക്ട്രിസിറ്റി. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിസിക്കൽ തെറാപ്പി റിപ്പോർട്ടായിട്ടാണ് രേഖപ്പെടുത്തി വെക്കേണ്ടത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വൺ സോഷ്യൽ സർവീസ് ഡാറ്റ. സോഷ്യൽ സർവീസ് ഡാറ്റ പറയുമ്പോൾ തന്നെ ആദ്യം നമ്മൾ ഒരു കാര്യം ഒന്ന് റീകോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മളൊരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പഠിച്ചിരുന്നു. മെഡിക്കൽ സോഷ്യൽ വർക്ക്, MSW എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് which is സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽസിലെ സപ്പോർട്ടീവ് വിഭാഗം യൂണിറ്റ് ആണ്, ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് MS എന്ന് പറയുന്നത്, മെഡിക്കൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. ആൻഡ് what are they for? അവരെന്താ ചെയ്യുന്നത്? ഈ മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്യുന്നത്? they give some help for making any treatment. അതായത് ഈ ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യൻസിന് അവരുടെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇഫ് they have any problems, അവരെന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുകയാണെങ്കിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖത്തിന്റെ പ്രോബ്ലം അല്ലാതെയുള്ള ചില പ്രോബ്ലംസ്. ഇപ്പൊ നമുക്ക് നമ്മളുടെ കയ്യിൽ കാശ് കൊണ്ട് നമ്മൾ ഡോക്ടറെ കാണാൻ വന്നിരിക്കുന്നു, പക്ഷെ ഈ ചികിത്സയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ നമ്മളോട് പെട്ടെന്ന് ഒരു സർജറി പറയുന്നു. അപ്പൊ അന്നേരം നമ്മൾ ഇങ്ങനെ പകച്ചു നിൽക്കും, എന്ത് ചെയ്യണം, നമുക്ക് എവിടെ പോകണം എന്നറിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യണം, അതിനുള്ള ഫണ്ട് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കേട്ട് നമ്മളിങ്ങനെ പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ എന്താ പറയാ, ഭയങ്കര പേടിച്ച് ഒക്കെ നിൽക്കുന്ന സമയത്ത് ഇവര് നൽകുന്ന ഒരു സേവനം, അപ്പൊ നമുക്ക് വേണ്ട സഹായ സൗകര്യങ്ങൾ ഒരുക്കി തരലാണ്. അവിടെ വേറൊന്നും തരില്ലല്ലോ, നമുക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പാണ് അല്ലെ. മെന്റലി നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട്, അത് തന്നെ മെന്റൽ സപ്പോർട്ടാണ്. അത് മെന്റൽ ഇൽനെസ് വരുന്നു അന്നേരം നമുക്ക്, കാരണം നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡ് ആകും, നമുക്ക് ഉണ്ടാകുന്ന ചില അത്തരം സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റാതെ വരും. അങ്ങനെ നമ്മൾ തളച്ചു നിൽക്കുമ്പോൾ നമ്മളെ സഹായിക്കാനായിട്ട് ഹോസ്പിറ്റൽസിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒരു വിഭാഗമൊക്കെ ഉണ്ട്. പണ്ടൊന്നും അതൊന്നും ഉണ്ടായില്ല. നമ്മളുടെ വേദന, നമ്മളുടെ വിഷമം നമ്മൾ തന്നെ സഹിക്കണമായിരുന്നു. പക്ഷേ ഇന്ന് എവിടെയും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, നമ്മുടെ മനസ്സിനെ ഹീൽ ചെയ്യാൻ, മനസ്സിനൊക്കെ മുറിവുകൾ ഉണക്കാൻ ഇത്തിരി പാടാണ് അല്ലെ. ഭയങ്കര നമുക്ക് എന്തായാലും സപ്പോർട്ട് ഇല്ലല്ലോ, ആ ഒരു തോന്നലൊക്കെ വരുമ്പോ തന്നെ നമ്മൾ ആകെ കൂടി ഡിപ്രസ്ഡ് ആയി പോയി. കാശ് മാത്രമല്ല മനുഷ്യന് എപ്പോഴും ആവശ്യം ഉണ്ടാകുക അല്ലെ. ഇതുപോലുള്ള ഒരു സപ്പോർട്ട്, ഒരു മറ്റുള്ളവരുടെ ഒരു പേഴ്സണൽ സപ്പോർട്ട് കൂടി നമുക്ക് ആവശ്യം വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, അതെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ഒരു അതന്നെ കൗൺസിലിംഗ് പോലെ തന്നെയൊക്കെ
അങ്ങനെയും ആകാം. കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് നമ്മളെ ഒന്ന് നമ്മളുടെ മനസ്സിനൊന്ന് സൂധൻ ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ ഒന്ന് കാറ്റ് വീശുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരും. നമ്മൾ ഭയങ്കരമായിട്ട് പേടിച്ച് അരണ്ടിരിക്കാതെ നമ്മളതിനെ ഇതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ പോകും, ഇതൊക്കെ ഈ സമയത്ത് ഇങ്ങനെ പോകും, അത് അടുത്ത കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ ഒരു ഇൻഷുറൻസ് ഒക്കെ ക്ലെയിം ഒക്കെ ഉള്ള ആളാണ്, ഇൻഷുറൻസ് ഉണ്ട് പക്ഷെ ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല, ഇൻഷുറൻസിന് വേണ്ടി നമ്മൾ ആരെ സമർപ്പിക്കും, അതിന് വേണ്ടിയിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് തരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിപ്പോർട്ടായിട്ട് കൊടുക്കണം. ദാറ്റ് മീൻസ് ഇപ്പൊ ഇങ്ങനെ എന്തെങ്കിലും പേഷ്യൻസിനെ നമ്മൾ കണ്ടുപിടിച്ചു ഹോസ്പിറ്റൽസിൽ, ഐഡന്റിഫൈഡ് സച്ച് പേഷ്യൻസ്, അല്ലെങ്കിൽ പേഷ്യൻസ് അല്ല അവരുടെ ഫാമിലി മെമ്പേഴ്സ്, അങ്ങനെയൊക്കെയുള്ള ആളുകളെ കണ്ടുപിടിച്ച് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അങ്ങനെ ഹെൽപ്പുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ റെക്കോർഡായിട്ട് സൂക്ഷിക്കണം. കാരണം ഇന്ന ഒരു ഡിഫിക്കൽട്ടി ഇന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിന് ഉണ്ടായി, സോ വി ഹാവ് ഗിവൺ സച്ച് സപ്പോർട്ട്, ഇങ്ങനെയുള്ള ഒരു സപ്പോർട്ടാണ് നമ്മൾ ഹെൽപ്പാണ് കൊടുത്തത്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ഇതിനെ സോൾവ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ടായിട്ട് എഴുതി വെക്കുന്നു. അതുകൊണ്ട് പിന്നീട് എന്തെങ്കിലും ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് തന്നെ വീണ്ടും ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ they can make use of that. ആ ഡാറ്റ ഒക്കെ അവർക്ക് ഉപയോഗിക്കാം. അത്തരം റിപ്പോർട്ട് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോ പണ്ട് എന്ത് ചെയ്തു അല്ലെ, നമ്മൾ അങ്ങനെയൊക്കെ പല കാര്യങ്ങളെയും കണക്ട് ചെയ്യാറില്ലേ. ചില സംഭവങ്ങൾ വരുമ്പോ നമ്മൾ വിചാരിക്കും ഈ സമയത്ത് നിങ്ങൾ അന്നേരം എന്താ ചെയ്തേ എന്ന് നമ്മൾ അന്വേഷിക്കും, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു അനുഭവം വന്നപ്പോൾ നമ്മൾ അന്നേരം നമ്മൾ എന്ത് ചെയ്തു എന്ന് നമ്മൾ ആലോചിക്കാറില്ലേ. അതുപോലുള്ള പർപ്പസിനും വേണ്ടിയിട്ട് ഇത്തരം സാധനങ്ങളൊക്കെ ഡാറ്റാസ് ഉപയോഗിക്കാം. അല്ല വേറെ ഏതെങ്കിലും പർപ്പസിനാണെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം. എന്തായാലും ഡാറ്റയാണ്, അത് റെക്കോർഡ് ചെയ്ത് വെക്കുക തന്നെ വേണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ? Yes, next one, discharge summary ആണ്. നമുക്കറിയാം when a patient is admitted to the hospital and after the treatment they have to be discharged. തീർച്ചയായിട്ടും പേഷ്യന്റുകളെ നമ്മൾ അഡ്മിറ്റ് ഒക്കെ ചെയ്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യണം, അവിടെ തന്നെ കിടത്തുകയാണോ ചെയ്യുന്നത്? അല്ല, അവരുടെ അസുഖമൊക്കെ മാറി അവരറിയാൻ കഴിയുമ്പോൾ അവരെ ഡിസ്ചാർജ് ചെയ്യണം. അങ്ങനെ വരുമ്പോ അവര് ഇറ്റ്സ് എ ബ്രീഫ് എക്സ്പ്ലനേഷൻ. എന്താ അവിടെ ഇരിക്കുന്നത്? റീക്യാപിറ്റുലേഷൻ മീൻസ് ഒരു പുനരാഖ്യാനം എന്നാണ് ഇതിന്റെ അർത്ഥം മലയാളത്തിൽ. ഒരു വ്യാഖ്യാനം, ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണം, ഒരു ബ്രീഫ് ആയിട്ട് ചെറുതായിട്ട് ഒരു എക്സ്പ്ലനേഷൻ ഡ്യൂറിംഗ് ദ പേഷ്യൻസ് കോഴ്സ് ഇൻ ദ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൽ അത്രയും നാള് പേഷ്യന്റ് കിടന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ എക്സ്പ്ലനേഷൻസ് കുറച്ച് ഒരു ഇതായിട്ട് സമ്മറി ആയിട്ട് കൊടുക്കുക. അതാണ് എന്തെന്ന് വിളിക്കുക? ഡിസ്ചാർജ് സമ്മറി എന്ന് വിളിക്കുക. അപ്പൊ അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യം മാത്രമല്ല ഉൾപ്പെടുത്തുക. നമുക്ക് ആദ്യം തന്നെ പറയുന്നത് ഈ പേഷ്യന്റിനെ എന്തിന് അഡ്മിറ്റ് ചെയ്തു, ദ കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ. അതായത് ആ പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ റീസൺ, ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന സമയത്ത് പേഷ്യന്റിന് എന്ത് കുഴപ്പത്തിനാ കൊണ്ടുവന്നത്, അവിടെ നിന്നുള്ള കാര്യങ്ങൾ കുഞ്ഞിതായിട്ട് ബ്രീഫായിട്ട് കേട്ടോ എഴുതണം. ആൻഡ് ഓൾസോ സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ്, ആരോഗ്യയിൽ നമ്മൾ എന്താണ് കണ്ടെത്തത്, അത് നമ്മുടെ പരിശോധനയിൽ നിന്ന് കണ്ടെത്താൻ പറ്റും ഫ്രം എക്സാമിനേഷൻസ്. പിന്നെ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആ ഒരു പേഷ്യന്റിൽ നടത്തിയിട്ടുണ്ട്, എന്ത് തെറാപ്പീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ആൻഡ് ഹൗ ഈസ് ദ റെസ്പോൺസ് ഓഫ് ദാറ്റ് പേഷ്യന്റ്. കൊടുക്കുന്ന മരുന്നുകളോടും മറ്റു ചികിത്സയോടും ആ പേഷ്യന്റിന്റെ പ്രതികരണം ഏത് രീതിയിലാണ്. അതുപോലെ തന്നെ എന്താ പറയാ, കണ്ടീഷൻ അറ്റ് ദ ടൈം ഓഫ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്താണ് പേഷ്യന്റിന്റെ കണ്ടീഷൻ. വന്ന പോലെ തന്നെ ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ അതിൽ യാതൊരു ട്രീറ്റ്മെന്റും ഫലിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും അല്ലെ. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് 1-2 ദിവസമൊക്കെ ചില ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ നമ്മൾ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ അവർ നോക്കും. ഇഫ് ദർ ഇസ് നോ പ്രോഗ്രസ്, ആ രോഗിയിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും നമ്മൾ കാണുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്ചാർജ് വേറെ ഡോക്ടറെ വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തോളാം എന്ന് നമ്മൾ ആവശ്യപ്പെടും അല്ലെ. കാരണം ഒരു തരി പോലും മാറ്റമില്ല എങ്കിൽ, കാരണം നമുക്ക് നമ്മളുടെ ആ ഒരു പ്രിയപ്പെട്ട ആളുടെ ലൈഫ് തന്നെയാണ് അവിടെ വരുന്നത് എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടെന്ന് അതനുസരിച്ച് അത് ഡിസ്ചാർജ് സമയത്തുള്ള കണ്ടീഷൻസ്. ദെൻ ഓൾസോ ആഫ്റ്റർ ലീവിംഗ് ദ ഹോസ്പിറ്റൽ, അതായത് ലീവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വാട്ട് ഹാവ് ടു ബി ഫോളോഡ്, എന്താണ് വീട്ടിൽ ചെന്ന് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ചില ഇൻസ്ട്രക്ഷൻസ്. വീട്ടിൽ ചെന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്യണം, കുറച്ച് ദിവസത്തേക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, നിങ്ങൾ ഫുഡ് ഡയറ്റ് ഒന്ന് ക്രമീകരിക്കണം, കുറച്ച് എക്സസൈസ് വാക്കിംഗ് ഒക്കെ ഒരു 1.5 മണിക്കൂർ എല്ലാ ദിവസവും നടക്കണം, ഇങ്ങനെയുള്ള കുറെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. പിന്നെ ഓൾസോ മെഡിസിൻസ് ഇങ്ങനെയൊക്കെ കഴിക്കണം, 2 ആഴ്ച കംപ്ലീറ്റ് ആയിട്ട് ഒട്ടും തന്നെ മുടക്കാതെ മരുന്ന് കഴിക്കണം, ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു വിടാറില്ലേ. ഇതെല്ലാം എന്തൊക്കെയാണോ പറഞ്ഞു വിട്ടേക്കുന്നത് അതുവരെയുള്ള കാര്യങ്ങള്. പിന്നെ എപ്പോ കാണാൻ വരണം, ഡോക്ടറെ വെറുതെ കാണാൻ വരുന്നതല്ല, നിങ്ങളുടെ അന്നോടി വരുമ്പോ ഈ രോഗം പൂർണ്ണമായും മാറിയോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് ഒരു ചെക്കപ്പ് ഒക്കെ വീണ്ടും നടത്തേണ്ടി വരും. ഇപ്പൊ ഫോളോ അപ്പിന് എപ്പോഴാ വരണ്ടേ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് ഡിസ്ചാർജ് സമ്മറി പ്രിപ്പയർ ചെയ്യേണ്ടത്. ആൻഡ് ഓൾസോ ഇറ്റ് ബിക്കംസ് എ റെക്കോർഡ്. അത് എന്തായി മാറും? ഹോസ്പിറ്റലിലെ ഒരു റെക്കോർഡായി മാറും. ക്ലിയർ ആണോ? സിമ്പിൾ അല്ലേ? യെസ്, വെരി ഗുഡ്.
ഓക്കെ. ഇനി അപ്പൊ നമ്മൾ നോക്കിയേ ഒരു 10-22ഓളം റിപ്പോർട്ടുകളും റെക്കോർഡുകളും ഒക്കെ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് ഇവിടെ വന്ന് കൂടുന്നുണ്ട് ഒരു ഹോസ്പിറ്റലിൽ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ there are a lot of records. എന്തുമാത്രം റെക്കോർഡുകൾ ഒരു ഹോസ്പിറ്റൽസിൽ. പക്ഷേ എങ്കിലും all these records are assembled to a particular form. ഇതെല്ലാം നമ്മൾ അസംബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ടു കോർഡിനേറ്റ്, എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് ഈ ചില കുഞ്ഞ്, അതായത് കുറച്ച് എണ്ണം കുറവായ ഫോൾഡേഴ്സിലേക്ക് നമ്മൾ അതിനെ ഫോൾഡ് ചെയ്യണം. ദാറ്റ് മീൻസ് നമ്മൾ അതിനെ റീമേക്ക് ചെയ്യാണ്. ഈ കണ്ട എല്ലാ റെക്കോർഡുകളും ഈ പറയുന്ന 4 ഫോൾഡറുകളുടെ ഹെഡുകളിൽ എവിടെയെങ്കിലൊക്കെ ഉൾപ്പെടുത്താൻ പോവാണ്. ആ പറയുന്ന 4 ഹെഡുകളാണ് ഒന്ന് ഔട്ട് പേഷ്യന്റ്, ഒന്ന് കറസ്പോണ്ടൻസ്, ഒന്ന് ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് അതർ വൺ ഈസ് ഇൻപേഷ്യന്റ്. ഈ പറയുന്ന ഏതെങ്കിലും വിഭാഗങ്ങളിലേക്ക് ആക്കി നമ്മൾ എന്ത് ചെയ്യുന്നു? ചുരുക്കുന്നു, അസംബിൾ ചെയ്യുന്നു. അതിനെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? അസംബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടിച്ചേർക്കുന്നു. അപ്പൊ 4 ഹെഡിലാണ് അല്ലെങ്കിൽ 4 ഫോൾഡേഴ്സിലാണ് ഈ കണ്ട റെക്കോർഡുകളെല്ലാം നമ്മൾ കൂട്ടിച്ചേർത്ത് ചെറുതാക്കി എടുക്കാൻ പോകുന്നത്. കാരണം ഇത് ഇങ്ങനെ വിശാലമായിട്ട് കിടന്നു കഴിഞ്ഞാൽ ഇച്ചിരി പാടാണ് ഇതിനെല്ലാം കണ്ടുപിടിക്കാൻ. നമുക്കറിയാം ഇന്ന് all these data are saved in the computers. കമ്പ്യൂട്ടറിൽ ഇലക്ട്രോണിക് മെഷീന്റെ സഹായത്തോടെ നമ്മൾ ഇതെല്ലാം എന്ത് ചെയ്തിരിക്കുകയാണ്? സേവ് ചെയ്യാണ്. പക്ഷെ എങ്കിലും ഈ കമ്പ്യൂട്ടറിലാണെങ്കിൽ ഇതിങ്ങനെ എടുക്കേണ്ടത് എവിടെ പോയി തപ്പും? ഇന്ന ഒരു കാര്യത്തിന്റെ റെക്കോർഡ് വേണം, അത് ഏത് സ്ഥലത്ത് പോയി തപ്പിയാൽ കിട്ടും? ഒക്കെ ബുദ്ധിമുട്ടാണ്. ഈ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ഇതെല്ലാം അവിടെ റെക്കോർഡ്സിൽ അവർ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടന്നാൽ there is of no use. ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് കിട്ടൂല. മനസ്സിലായ? സമയം എടുക്കുമെന്ന്. അതുകൊണ്ട് all these records, whatever records may be regarding the പേഷ്യന്റിനെ സംബന്ധിക്കുന്ന ഏത് തരത്തിലുള്ള റെക്കോർഡുകളായാലും they are assembled in 4 folders. 4 ഫോൾഡറുകളിൽ ഇതിനെ അസംബിൾ ചെയ്തിരിക്കുകയാണ്. which are known as outpatient, correspondence, investigations and inpatient. നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് ഈ ഓരോന്നിലും വരിക. അതായത് ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇതെന്താണ്? വീണ്ടും ചില ആളുകളിൽ ചില സംശയം വന്നിട്ടുണ്ടാവും. അതായത് ഇവിടെ ഒരുപാട് കുട്ടികൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് ബാച്ചസ് ഉണ്ട്. ഒരുപാട് ബാച്ചസ് നമ്മളിപ്പോ ഓൺ ഗോയിങ്ങിലാണ്. അതായത് ഒരു 5, 8, 10 എന്താ പറയാ ബാച്ചസ് തന്നെ ഇപ്പൊ ഇവിടെ നിലവിൽ നമുക്ക് ഒരു വീക്കിലി തന്നെ കടന്നു പോകുന്നുണ്ട്. നിങ്ങളെ പോലെ പല പല ക്ലാസ്സുകളായിട്ട് എല്ലാ ക്ലാസ്സിലും നമ്മൾ ഒരേ കാര്യമല്ല പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിഫറെന്റ് ചാപ്റ്റേഴ്സും മൊഡ്യൂൾസ് ഒക്കെയാണ് നമ്മളിപ്പോ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓരോ ബാച്ചസിലേക്കും ആ ബാച്ചിൽ നമ്മൾ എന്ത് ക്ലാസ് എടുത്തോ ആ ക്ലാസ്സിന്റെ നോട്ട്സ്, ക്വസ്റ്റ്യൻസ്, ഒക്കെ കാര്യങ്ങളും ഒക്കെ നമ്മളിങ്ങനെ ഗൂഗിൾ ക്ലാസ് റൂം വഴി നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾക്ക് തരേണ്ട നോട്ട് കൊണ്ടുപോയി വേറെ ഏതെങ്കിലും ക്ലാസ്സിന്റെ നോട്ടിൽ കൊണ്ടുപോയിട്ടാലോ ബുദ്ധിമുട്ടാണ് അല്ലെ? അപ്പൊ ഇതെല്ലാം ഓരോ ക്ലാസ്സുകളിലേക്ക് തന്നെ വരണ്ടേ? ഞാനിപ്പോ ഇവിടെ മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഇന്ന ഭാഗമാണ് എടുത്തത്. സോ അത് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാൻ പ്രൊവൈഡ് ചെയ്യാം. ഞാൻ കൊടുത്ത ഈ നോട്ട് കൊണ്ടുപോയി വേറെ ഏതെങ്കിലും ക്ലാസ്സിൽ കൊടുത്താൽ ഞാൻ അവിടെ മെഡിക്കൽ റെക്കോർഡ്സിന്റെ ക്ലാസ് എടുത്തിട്ടില്ല, അല്ലെങ്കിൽ അവിടെ വേറെ ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് അവിടെ കൊണ്ടുപോയി കൊടുത്താൽ അവിടുത്തെ പിള്ളേർ വിളിച്ചിരിക്കും ഇതെന്തായി എഴുതിയിരിക്കുന്നത് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെയൊക്കെ നമ്മൾ അസംബിൾ ചെയ്യും. എന്നിട്ട് നമ്മൾ ഇതിനെ ഓരോ ഫോൾഡേഴ്സിലാക്കി മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഏത് ബാച്ചുകാരാണ്? ഞങ്ങളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ 7th A ബാച്ചുകാരാണ്. ABCD എന്ന് പറഞ്ഞ ഒരു കുറച്ച് കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടായിരുന്ന ഒരു ബാച്ചാണ് 7th ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ABCD എന്നിങ്ങനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ ഞങ്ങൾ അറിയപ്പെടുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ 7th B ബാച്ച് എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഓരോ ബാച്ചസ് C ആണല്ലേ നിങ്ങൾ? A ആൻഡ് C നമ്മളിവിടെ ആ രീതിയിലാണ് എടുക്കുന്നത്. C ബാച്ച് ആണ്. മോർണിംഗ് സെഷൻ A ആണ്, നിങ്ങൾ C ആണ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് നമ്മളിങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഒരു ഫോൾഡർ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇട്ട് തരാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് തരാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഫോൾഡർ നമ്മളിവിടെ മേക്ക് ചെയ്ത് വെച്ചിട്ട്, അപ്പൊ നിങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് തരുമ്പോൾ നമ്മൾ ആ ഒരു ക്ലാസ് റൂം എടുക്കുന്നു, അതിലേക്ക് ഇടുന്നു. ഓക്കെ. മറ്റേത് B ബാച്ചുകാർക്കുള്ളതാണെങ്കിൽ അവരുടെ ഫോൾഡർ എടുക്കുന്നു, അവർക്ക് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ. അപ്പൊ അവിടെ എടുത്ത് ഉപയോഗിക്കാനും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനും അവിടെ ബുദ്ധിമുട്ട് വരുന്നില്ല. ബിക്കോസ് ഇത് ഓരോ ഫോൾഡേഴ്സിലാക്കി നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലൈക്വൈസ് ഹോസ്പിറ്റൽസിൽ ഈ കണ്ട എല്ലാ റെക്കോർഡ്സും പല സ്ഥലങ്ങളിലായിട്ട് കിടന്നാൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ഫോർ ദം ടു ഐഡന്റിഫൈ ഈച്ച് ആൻഡ് എവറി റെക്കോർഡ്. ഓരോ റെക്കോർഡും എവിടെ ഇരിക്കും എന്നുള്ളത് അറിയില്ല. ഇന്ന സ്ഥലത്തിരുന്നാൽ അവിടെ പോയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആയാലും അവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്ത് ചെയ്യും? അവര് ഇതിനെ 4 ഫോൾഡറാക്കി അസംബിൾ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ പറഞ്ഞ ഔട്ട് പേഷ്യന്റ്, കറസ്പോണ്ടൻസ്, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഇൻപേഷ്യന്റ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഞാൻ ഇപ്പൊ എന്താ പറയണേന്ന് മനസ്സിലായ? എക്സാമ്പിൾ പറഞ്ഞ കാര്യം മനസ്സിലായോ?
ഇല്ലെങ്കിൽ പറയാം കേട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഈ 4 ഹെഡ് ഉള്ളൂ ഒരു ഹോസ്പിറ്റൽസിൽ. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റുകാര് ഇങ്ങനെ 4 ഹെഡിൽ ഓരോ ഫോൾഡേഴ്സ് ആയിട്ട് കീപ്പ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് വൺ ഔട്ട് പേഷ്യന്റ് ആണ്. എന്തായിരിക്കും ഇതിനകത്ത് വരിക? ഔട്ട് പേഷ്യൻസിലെ പേഷ്യൻസിന്റെ ലിസ്റ്റ് ക്രോണോളജിക്കൽ ഓർഡറിൽ അങ്ങനെ എഴുതി തയ്യാറാക്കി ലിസ്റ്റ് ചെയ്ത് അതിനോടൊപ്പം ആ പേഷ്യൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഫോമുകൾ ഉണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്ത് വെക്കും. അതാണ് ഔട്ട് പേഷ്യന്റിനകത്ത് ആ ഫോൾഡറിനകത്ത് വരുന്നത് ഔട്ട് പേഷ്യൻസിന്റെ ലിസ്റ്റ് ആണ്. written in chronological order. What is chronological order? നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. It is according to the time. സമയത്തിനനുസരിച്ച്. അത് സമയത്തിനനുസരിച്ച് പ്രത്യേകത ഉണ്ട്. സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഓരോ പേഷ്യൻസും വന്ന് ഹോസ്പിറ്റൽസിൽ വന്ന് അഡ്മിഷൻ എടുക്കുകയോ OP വന്ന് കാണിക്കുകയോ ഏത് കാര്യം ചെയ്തതിന് സമയമുണ്ട്. കാരണം ഇതൊക്കെ പിന്നീട് ഇഷ്യൂ ആകാനായിട്ട് സാധ്യതകൾ വളരെ കൂടുതലുള്ള ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ കംപ്ലൈന്റുകളൊക്കെ പൊങ്ങാൻ സാധ്യത. ഒരു ചെറിയൊരു വിരല് കുഞ്ഞായിട്ടൊന്ന് അനക്കിയാൽ മതി, അപ്പോഴേക്കും ആളുകളൊക്കെ കൂടി ഇങ്ങനെ വന്നിട്ട് നമ്മളെ വട്ടമുളയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നോ കോംപ്രമൈസ്. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കണം. ഇന്ന സമയത്ത് ആണ് ഒരു രോഗി വരുന്നത്, സമയം, അതുപോലെ തന്നെ ഡേറ്റ്, വർഷം ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ക്രോണോളജിക്കൽ ഓർഡർ ആണ്. ആദ്യം വന്ന ആൾ ആദ്യം, പിന്നെ അതിന്റെ ബാക്കിൽ അങ്ങനെ ആ ഒരു ഓർഡറിൽ അവരുടെ ലിസ്റ്റുകളായിരിക്കും. അതായിരിക്കും ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്ന ഫോൾഡറിൽ നമ്മൾ എഴുതി വെക്കുന്നത്. ഏതൊക്കെയായിരിക്കും? ഔട്ട് പേഷ്യൻസിന്റെ നെയിംസ്, അവർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ മറ്റേതെങ്കിലും മെഡിക്കേഷൻ ഫോംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം വിൽ ബി അറ്റാച്ച്ഡ് ഇൻ ദിസ് ഫോൾഡർ. ഏത് ഫോൾഡറിൽ? ഔട്ട് പേഷ്യന്റ് ഫോൾഡറിൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വൺ കറസ്പോണ്ടൻസ്. ഈ കറസ്പോണ്ടൻസ് ഫോൾഡറിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടായിരിക്കുക? അപ്പൊ നോക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്. സം പേഷ്യൻസ് മേ ബി coming to the hospital with some referral letters from any clinic or health care institution. അതായത് ചില ആളുകൾ ഹോസ്പിറ്റൽസിൽ ഡോക്ടറെ കാണാൻ വരുന്നത് മറ്റ് ക്ലിനിക്കിലൊക്കെ പോയി കാണിച്ചിട്ട് അവിടെ നിന്ന് റെഫർ ചെയ്ത് വന്നവരായിരിക്കാം. അപ്പൊ അവരെന്തുകൊണ്ടിരണം? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. അവരെന്തുകൊണ്ടിരണം? ഒരു റെഫറൽ ലെറ്റർ ഉണ്ടായിരിക്കണം. 3 കോപ്പിയൊക്കെ ഉണ്ടായിരിക്കും. ഒരെണ്ണം അവിടെ തന്നെ വെക്കും, ബാക്കി 2 നിങ്ങൾ കൊടുത്തു വിടും അല്ലെ. 2 കൊടുത്തു വിടുമ്പോ ഒരെണ്ണം നമ്മുടെ എവിടെ ഏത് ഹോസ്പിറ്റലിലാണ് കൊണ്ടുവരുന്നത് ആ ഡോക്ടർ അത് നോക്കി എന്തൊക്കെ വേണ്ട ട്രീറ്റ്മെന്റ് മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അതിൽ ഇന്ന ട്രീറ്റ്മെന്റ് ഒക്കെ ഞാൻ കൊടുത്തു എന്ന് പറയുമ്പോൾ തിരിച്ച് തന്റെ സൈനും മറ്റു കാര്യമൊക്കെ വെച്ചിട്ട് തിരിച്ച് ആരാണോ അത് റെഫർ ചെയ്ത് വിട്ട് ആ ഡോക്ടർ തന്നെ കൊടുക്കും. ഒരെണ്ണം വിൽ ബി റിട്ടൈൻഡ് ഇൻ ദ ഹോസ്പിറ്റൽ. ഒരെണ്ണം ഹോസ്പിറ്റലിൽ തന്നെ വെക്കുക. അങ്ങനെ 3 കോപ്പിയുടെ കാര്യമൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? യെസ്, നന്നായി. അപ്പൊ റെഫറൽ ലെറ്ററിൽ വരുന്നത്, അപ്പൊ റെഫറൽ ലെറ്റർ അവിടെ വെക്കണ്ടേ? കൊണ്ടുവരുന്ന ലെറ്റർ ഇവർ വെക്കണം. അത് ഈ കറസ്പോണ്ടൻസ് എന്ന് പറയുന്ന ഫോൾഡറിലായിരിക്കണം സൂക്ഷിക്കേണ്ടത്. അങ്ങനെ കൊണ്ടുവരുന്ന ലെറ്റേഴ്സ്, റെഫറൽ ലെറ്റർ, അഡ്മിഷൻ റിക്വസ്റ്റ് ഫോം, അതായത് പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോം ഫില്ല് ചെയ്തതാവൂല അത്, പിന്നെ കൺസൾട്ട് ചെയ്ത ഫോം, കൺസെന്റ് ഓഫ് എനി ഇൻവെസ്റ്റിഗേഷൻ, എന്റെ ശരീരത്തിൽ ഇന്ന ഇൻവെസ്റ്റിഗേഷൻസ് നടക്കണമെന്ന് ചോദിക്കും. അപ്പൊ അതിന് സമ്മതമാണോ എന്നുള്ള വല്ല സമ്മതപത്രമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ്, ഓപ്പറേഷൻ മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ള ബോഡി ഫംഗ്ഷനിങ്ങിനെ മറ്റൊക്കെ എന്തെങ്കിലും ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങള്, പിന്നെ നോട്ടിഫിക്കേഷൻ ഓഫ് സ്റ്റിൽ ബർത്ത്. എന്താ സ്റ്റിൽ ബർത്ത്? ചാപിള്ള എന്ന് പറയും അല്ലെ. അതായത് കുട്ടികളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് കുറച്ച് മാസമൊക്കെ വെയർ ചെയ്ത് കഴിയുമ്പോൾ അത് മിസ്കാരേജ് ആകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് പോയിട്ട് പുറത്തെടുക്കുക. ബർത്ത് നോട്ടിഫിക്കേഷൻസ്, അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ, മെഡിക്കൽ റിപ്പോർട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇൻഫെക്ഷൻ കൺട്രോൾ, അതായത് ഹോസ്പിറ്റൽസിൽ നമുക്ക് ഇൻഫെക്റ്റഡ് ആകാനുള്ള കൺട്രോൾ ചെയ്യേണ്ട ചില ഫോംസ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഫോമുകളൊക്കെ ഉണ്ടെങ്കിൽ അത്, പിന്നെ ഇൻസിഡന്റ് റിപ്പോർട്ട്, ഓരോ ഇൻസിഡൻസും നടക്കുമ്പോൾ ഉണ്ടാകുന്ന പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ, ഇതെല്ലാം ഏതിൽ വരും? കറസ്പോണ്ടൻസ് എന്ന് പറയുന്ന ഫോൾഡറിൽ കീപ്പ് ചെയ്യണം. അവിടെ വെക്കണമെന്നാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ ഒരു അലമാരിയില് ഇന്ന സ്ഥലത്ത് ഇതൊക്കെയാണ് ഇരിക്കണേ, ഇന്ന സ്ഥലത്ത് ഇന്നതൊക്കെയാണ് ഇരിക്കണേ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളുടെ ഡ്രസ്സൊക്കെ നമ്മൾ എങ്ങനെയാ വെക്കുക? നമ്മുടെ വീട്ടില് നമ്മുടെ ഡ്രസ്സുകളൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാന്ന് അറിയാലോ. എല്ലാം കൂടി കൂട്ടിക്കൊണ്ടൊന്ന് കൊണ്ടുവന്നിരിക്കുകയാണോ? ചിലപ്പോൾ എങ്ങനെ ചെയ്യും അല്ലെ. ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യും, അല്ലെങ്കിൽ മാസത്തിലെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്യും, റീഅറേഞ്ച് ചെയ്യും. കാരണം നമ്മൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ പെട്ടെന്ന് അതൊക്കെ എടുത്ത് വലിച്ചെടുത്തിട്ട് എങ്ങനെയെങ്കിലും നമ്മൾ കൈ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ, എടുത്തിട്ട് പോകണം. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അവിടെ ബാക്കി അറേഞ്ച് ഒന്നും ചെയ്യാനും നേരം കിട്ടില്ല. അപ്പൊ സാരികൾ അവിടെ ഒരു സ്ഥലത്ത്, സ്ത്രീകളെ സംബന്ധിച്ച് ഒരു കാര്യം പറഞ്ഞുകൊണ്ടുണ്ടാ അവിടെ അങ്ങനെ ആയിരിക്കും. അതുപോലെ സ്യൂട്ടുകൾ, ചുരിദാറുകൾ അവിടെ ആയിരിക്കും, കുട്ടികളുടെ ഡ്രസ്സ് ഒരു ഭാഗത്തായിരിക്കും. എല്ലാം കൂടി കൂട്ടിക്കുഴച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച സാധനം അവർക്ക് പോയി കിട്ടില്ല. അതുപോലെ ഇവിടെ ഔട്ട് പേഷ്യൻസിന്റെ വിഭാഗത്തിലുള്ള ലിസ്റ്റുകളും അവരുടെ പേരുകൾ ക്രോണോളജിക്കൽ ഓർഡറിൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്ന എവിടെ വെച്ചു? ഫോൾഡറിൽ വെച്ചു. കറസ്പോണ്ടൻസ് വിഭാഗത്തിൽ ഈ പറയുന്ന റെഫറൽ ലെറ്റേഴ്സ്, പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ, അഡ്മിഷൻ, കൺസൾട്ടേഷൻ റിപ്പോർട്ട്, സ്റ്റിൽ ബർത്തിന്റെ നോട്ടിഫിക്കേഷൻ, ബർത്ത് നോട്ടിഫിക്കേഷൻ റിപ്പോർട്ടുകൾ, മെഡിക്കൽ റിപ്പോർട്ട്സ്, മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻസിഡൻസിന്റെ റിപ്പോർട്ട്സ്, ഇൻഫെക്ഷൻ കൺട്രോൾ ഫോം, ഇതെല്ലാം കറസ്പോണ്ടൻസിനകത്ത് വെച്ചു.
അവിടെ വെച്ച് അവിടെ ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു റെഫറൽ ലെറ്റർ ഏതെങ്കിലും ഒരു പേഷ്യന്റ് റെഫർ ചെയ്ത് വന്നേക്കുന്ന ഒരു പേഷ്യന്റ് ആയിരുന്നു, അയാളെ സംബന്ധിക്കുന്ന ചില ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് കുറെ കഴിഞ്ഞപ്പോ ആവശ്യം വന്നു. അപ്പൊ നമ്മൾ എവിടെ പോയി തപ്പും? ഔട്ട് പേഷ്യന്റിന്റെ ഫോമിനകത്താണോ പോയി തപ്പണ്ടേ? ആണോ? ആ ഫോൾഡറിൽ തപ്പി അത് കിട്ടുമോ? ഇല്ല. റെഫറൽ ലെറ്റേഴ്സ് വെച്ചിരിക്കുന്നത് ഏത് ഫോൾഡറിനകത്താ? ഏത് ഫോൾഡറിലാണ്? കറസ്പോണ്ടൻസിലാണ്. അപ്പൊ അവിടെ തപ്പിയാൽ മതി, കാരണം അവിടെയാണ് അതിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഇൻവെസ്റ്റിഗേഷൻസ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് ഒരുപാട് നമ്മുടെ രോഗനിവാരണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രോഗം ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പല ടെസ്റ്റുകളും റേഡിയോളജി ആയിക്കോട്ടെ, ലാബ് ഉപയോഗിച്ചതായിക്കോട്ടെ, എക്സ്റേ ഉപയോഗിച്ചതായിക്കോട്ടെ, അതൊക്കെ നടത്തിയിട്ടുണ്ടായിരിക്കും. അത്തരം ഇൻവെസ്റ്റിഗേഷൻസ് എന്ത് നടത്തിയോ അതിന്റെ ഒക്കെ റിപ്പോർട്ട് ഈ പറയുന്ന ഇതിനകത്ത് ഉണ്ടായിരിക്കും. അതിന് ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻസിനകത്ത് ഒരു ലബോറട്ടറി മൗണ്ട് ഷീറ്റ് ഉണ്ടായിരിക്കും. എന്താ മൗണ്ട് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, അതായത് ഇത് നമ്മുടെ ലാബ് ടെസ്റ്റുകൾ നടത്തി. ഇപ്പൊ എക്സ്റേയിൽ ഒരു എന്താ പറയാ, ഒരു എക്സ്റേ ഒക്കെ എടുക്കുന്നുണ്ട് ഓരോ പേഷ്യൻസിനെ. അപ്പൊ അവരെന്തെങ്കിലും കാര്യം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും. ഓരോ പേഷ്യന്റിനെ എക്സ്റേ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, അതവിടെ ഇങ്ങനെ പേഷ്യന്റ് വൈസ് ഓരോ പേരുകളൊക്കെ എഴുതി അതവിടെ ലിസ്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതി വെക്കും. അപ്പൊ എക്സ്റേയുടെ വിഭാഗത്തിൽ അങ്ങനെ വന്നു. ലാബില് നമ്മുടെ ബ്ലഡോ എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡോ എടുത്തിട്ട് അവിടെ ടെസ്റ്റ് ചെയ്തു. അവിടെയും ആ പേഷ്യന്റ് ഇപ്പൊ എന്റെ പേര് എഴുതിയിട്ട് ഇന്ന അവർ കണ്ടെത്തിയ കാര്യം, അല്ലെങ്കിൽ അവര് ഡിറ്റക്ട് ചെയ്യുന്ന കാര്യമോ, അല്ലെങ്കിൽ അവരോട് ഇന്ന കാര്യം ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ അത് നോട്ടിഫൈ ചെയ്ത് വെക്കും. അപ്പൊ അങ്ങനെയുള്ള റിസൾട്ട് ഓരോ വിഭാഗത്തിലും ഉണ്ടായിരിക്കും. എക്സ്റേ വിഭാഗത്തിൽ ഉണ്ടാകാം, ലാബിൽ ഉണ്ടാകാം, റേഡിയോളജിയിൽ ഉണ്ടാകാം, ECG വിഭാഗത്തിൽ ഉണ്ടാകാം. ഇതെല്ലാം തന്നെ എവിടെ കൊണ്ടുവന്ന് വെക്കണം? നമ്മളുടെ ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫോൾഡറിലാക്കി മാറ്റും. ഇതെല്ലാം ഇങ്ങനെ എഴുതി വെക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഷീറ്റ് നമ്മള് നമ്മുടെ എന്താ പറയാ കമ്പ്യൂട്ടറിലെ MS Excel എന്ന് പറയുന്ന ഒരു ഇതുണ്ട് അല്ലെ, പ്രോഗ്രാമിംഗ് ഉണ്ട്. അതിനകത്ത് ഇങ്ങനെ റോസ് ആൻഡ് കോളംസ് ആയിട്ട് കുറെ സെൽസ് ആയിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അതൊരു ഷീറ്റാണ്. അതിനകത്ത് നമുക്ക് ഇപ്പൊ ബിസിനസ്സുകാരൊക്കെ അവരുടെ എംപ്ലോയീസിന്റെ ഒക്കെ പേരുകളും അവരുടെ സാലറിയുടെ വകഭേദങ്ങളൊക്കെ ഉണ്ടല്ലോ, സാലറി, PF, DRS അലവൻസ്, അങ്ങനെ ഇങ്ങനെ ബോണസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഉണ്ട്. അതൊക്കെ ആഡ് ചെയ്ത് ഇങ്ങനെ നിരത്തി പിടിച്ച് ചെയ്താൽ മതി. ഇങ്ങനെ ഒരു പ്രത്യേക ഷീറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യാം. ഏതിന്? ബിസിനസ്സുകാർക്ക് ആ ഒരു പേറോളിന് വേണ്ടി അത് ആ ഷീറ്റ് ഉപയോഗിക്കാം. അതുപോലെ ലാബിലെ ടെസ്റ്റുകൾ നടത്തിയിട്ട് അതിന്റെ റിസൾട്ടുകൾ എഴുതിയൊക്കെ തയ്യാറാക്കി വെക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഷീറ്റ്, അതിനെയാണ് മൗണ്ട് ഷീറ്റ് എന്ന് വിളിക്കുക. മനസ്സിലായോ? മൗണ്ട് ഷീറ്റ് മനസ്സിലായോ? ആ വാക്ക് അവിടെ കയറി വന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ മൗണ്ട് ഷീറ്റ് തയ്യാറാക്കി വെക്കുന്ന ഓരോ ലാബിലെയും ആ മൗണ്ട് ഷീറ്റുകളൊക്കെ നോക്കി അത് ഇതിനകത്ത് എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ഫോൾഡറിലാണ് കീപ്പ് ചെയ്യേണ്ടത്. ഓരോ വിഭാഗം, എക്സ്റേ വിഭാഗമായിരിക്കില്ല ലാബിലെ റിസൾട്ടുകൾ, ലാബിലേതായിരിക്കില്ല റേഡിയോളജി വിഭാഗത്തിലെ റിസൾട്ടുകൾ അല്ലെ. അപ്പൊ സെപ്പറേറ്റ് ഓരോന്നിനും വേണ്ടിയിട്ട് അതൊക്കെ കീപ്പ് ചെയ്യും. ECGയില് ഇതെല്ലാം ഒറ്റ ഫോൾഡറിൽ. ഏത് ഫോൾഡറിലാ? ഇൻവെസ്റ്റിഗേഷൻ. അപ്പൊ ഓരോ ഫോൾഡറിലും ഏതാ വരുന്നതെന്ന് നോക്കിയാൽ മതി. ഔട്ട് പേഷ്യന്റില് നമ്മൾ പറഞ്ഞു പേഷ്യൻസിന്റെ പേരുകള് ക്രോണോളജിക്കൽ ഓർഡറിൽ. മറ്റേ കറസ്പോണ്ടൻസിൽ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന റെഫറൽ ലെറ്റേഴ്സ്, കൺസൾട്ടേഷൻ ഫോം, അതുപോലെ മെഡിക്കൽ റിപ്പോർട്ടുകൾ, സ്റ്റിൽ ബർത്ത് റിപ്പോർട്ട്, നോട്ടിഫിക്കേഷൻ ഓഫ് ബർത്ത്, പ്രീ ചെക്ക് ലിസ്റ്റ് ഓഫ് സർജറിക്ക് മുമ്പുള്ള ചെക്ക് ലിസ്റ്റുകൾ, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് വിളിക്കുക നമ്മളുടെ കറസ്പോണ്ടൻസിൽ. മറ്റേതില് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ലാബ് റിസൾട്ടുകളെല്ലാം തന്നെ എക്സ്റേ ആയിക്കോട്ടെ, ECG ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരിക. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇൻപേഷ്യന്റ് ആണ്. ഇൻപേഷ്യന്റ് എന്ന് പറയുന്ന ആ ഒരു മെഡിക്കൽ റെക്കോർഡ് ഫോൾഡറിൽ എന്തൊക്കെ വരും? ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷൻ, ഡിസ്ചാർജ്, അഡ്മിഷൻ, കോസ് ഓഫ് അഡ്മിഷൻ അല്ലെ, ഇതൊക്കെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടത് തുടങ്ങി അവിടെ ബാക്കി ഒരു ഹോസ്പിറ്റലിൽ പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവർ വരുന്നവരും തുടങ്ങി പോകുന്നവരും വരെയുള്ള എല്ലാ കാര്യങ്ങളും മറ്റ് ട്രീറ്റ്മെന്റുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ചില കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരിക. ഫിസിഷ്യൻസിന്റെ പ്രോഗ്രസ് നോട്ട് ഉണ്ടായിരിക്കും, എക്സാമിനേഷൻ നോട്ട് ഉണ്ടായിരിക്കും, അനസ്തേഷ്യ കൊണ്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ട് ഉണ്ടായിരിക്കും, ഓപ്പറേഷൻ റിപ്പോർട്ട് ഉണ്ടായിരിക്കും, ലേബർ റെക്കോർഡ്സ്, ലേബർ മീൻസ് ലേബർ റൂം റെക്കോർഡ്സ് ആണ്, പിന്നെ റിക്കവറി റൂം റെക്കോർഡ്സ് ഉണ്ടായിരിക്കും, റെസിസിറ്റേഷൻ റെക്കോർഡ്സ് ആണ്. റെസിസിറ്റേഷൻ എന്താ? പുനരുജ്ജീവനം കേട്ടാ, അതാണ്. അതായത് ഒരു രോഗി ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് ആളെ ജീവിതത്തിലേക്ക് പിന്നെ പെട്ടെന്ന് ഒരു എന്താ പറയാ പുനർജീവനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് നമുക്കൊരു സെക്കൻഡ് ബർത്ത് എന്ന് പറയില്ലേ, അതുപോലെ അതെ, രണ്ടാം ജന്മം പോലെയൊക്കെ നമുക്ക് കിട്ടുന്ന ചില ട്രീറ്റ്മെന്റുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളത് CPR പോലെയുള്ളതൊക്കെ അതിന്റെ പേര് അങ്ങനെ തന്നെയാണ്, കാർഡിയോ പൾമനറി റെസിസിറ്റേഷൻ എന്ന് തന്നെയാണ് അതിന്റെ പേര്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പൊ ആ ഒരു സാധനം കൊടുക്കുന്ന എന്തിനാ? ആളെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ട് കൊടുക്കുന്ന ഒരു
ഒരു എന്താ പറയാ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് CPR എന്ന് പറയുന്നത് അല്ലെ. ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ബന്ധപ്പെട്ട് ആള് പെട്ടെന്ന് കുഴഞ്ഞു വീണാൽ നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് എയ്ഡ് ആണ് ആ CPR എന്ന് പറയുന്നത്. പിന്നെ എന്തെങ്കിലും ഒബ്സർവ് ചെയ്തതിൽ അങ്ങനത്തെ ചാർട്ടുകള്, മെഡിക്കൽ റെക്കോർഡ്സ്, ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ട്, ആ പേരുകൾ അങ്ങനെ ഓർത്താൽ മതി. ഇതെല്ലാം ഇൻപേഷ്യന്റ് എന്ന് പറയുന്ന ഏതിൽ വരും? ഇൻപേഷ്യന്റ് എന്ന് പറയുന്ന ഫോൾഡറിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ഈ 4 ഫോൾഡറിലായിരിക്കും എല്ലാ റെക്കോർഡുകളും എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക, അസംബിൾ ചെയ്ത് കീപ്പ് ചെയ്യുന്നത്. ഓരോന്ന് ഇച്ച് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള റിയാക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലേ, റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവൂല ചില മരുന്നിനോടൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കണം. അതുള്ളൂ. ക്ലിയർ ആയോ? ഇൻവെസ്റ്റിഗേഷൻസ്, സോറി ഇൻപേഷ്യന്റ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് അസംബ്ലിങ്. റെക്കോർഡുകളെല്ലാം അസംബിൾ ചെയ്ത് 4 ഫോൾഡറുകളിലേക്ക് ആക്കി മാറ്റി വെച്ചിരിക്കുകയാണ് നമ്മൾ. അവിടെ ഇരിക്കട്ടെ, എന്നാലേ നമുക്ക് എളുപ്പം ഏത് റെക്കോർഡ് വേണോ അവിടേക്ക് ചെന്ന് എടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ റെക്കോർഡുകളെല്ലാം തന്നെ അസംബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയാമോ? ഈ റെക്കോർഡ്സ് എല്ലാം തന്നെ ഫയൽ ചെയ്യുന്നതാണ്. ഇത് ഫയൽ ചെയ്യുന്നത് പ്രത്യേകം രീതിയിലാണ്. There are several types of filing system. ഫയലിങ്ങിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും 5 സിസ്റ്റം ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലൊക്കെ ഓരോ ഹോസ്പിറ്റൽസിനും ഫോളോ ചെയ്യാം. ആൻഡ് ദേ ആർ, ഏതൊക്കെയാണ് 5 സിസ്റ്റം ഓഫ് ഫയലിംഗ്? ഫയലിൽ എങ്ങനെ വെക്കണം, ഏത് ഓർഡറിൽ, എങ്ങനെ, ഏത് രീതിയിൽ കീപ്പ് ചെയ്യണം. ഇന്ന് പല കാര്യങ്ങളും പല ഇൻസ്റ്റിറ്റ്യൂഷൻസും, ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽസ് മാത്രമല്ല പല ഇൻസ്റ്റിറ്റ്യൂഷൻസും പല ബിസിനസ് ഓർഗനൈസേഷൻസും അവരുടെ ബിസിനസിങ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങൾക്കും ഓരോ കോഡുകളുണ്ട് അല്ലെ. അപ്പൊ കോഡഡ് ആയിട്ടാണ് സൂക്ഷിക്കുക. അപ്പൊ നമ്മുടെ ഫയലുകളും എന്തെങ്കിലുമൊക്കെ കോഡ് രൂപത്തിലൊക്കെ വെച്ചാൽ മാത്രമാണ് അത് ഈസി ആക്സസിന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഏതൊക്കെ രീതിയാണെന്ന് പറയുന്നുണ്ട്. 1 സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം, 2 യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം, 3rd one straight numeric filing, 4th one terminal digit filing, and the last one middle digit filing. ഇങ്ങനെ 5 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹോസ്പിറ്റൽസിലെ മെഡിക്കൽ റെക്കോർഡുകളൊക്കെ ഫയൽ ചെയ്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് അത് ഓരോന്നും എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. സീരിയൽ നമ്പർ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. നമ്മളിപ്പോ എന്തെങ്കിലും കാര്യം, നമ്മളിപ്പോ കുറച്ചധികം പേരുടെ എന്തെങ്കിലും കാര്യങ്ങൾ ഡാറ്റാസ് നമ്മൾ കീപ്പ് ചെയ്യണമെന്ന് വെക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സീരിയൽ നമ്പർ ഇടും. ഏറ്റവും കോളത്തിൽ ഇങ്ങനെ എഴുതും SI ഒരു നമ്പർ ഇടും. സീരിയൽ നമ്പർ എന്നാണ്, സീരിയൽ ഇൻഡെക്സ് നമ്പർ ആണത്. 1, 2, 3, 4 അങ്ങനെ നമ്പർ ഇടും. ഇതുപോലെ തന്നെ ലൈക്വൈസ് ഇവിടെയും അതുപോലെ തന്നെ a serial number is given to the patient when they come to the hospital for the first time. ഒന്നാമത്തെ പ്രാവശ്യം ഹോസ്പിറ്റൽസിലേക്ക് വരുമ്പോൾ ഒരു നമ്പർ കൊടുക്കുന്നു. ആൻഡ് ഫോർ ഈച്ച് ആൻഡ് എവറി ഒക്കേഷൻ ഓഫ് ട്രീറ്റ്മെന്റ് ദേ വിൽ ബി പ്രൊവൈഡഡ് ന്യൂ നമ്പേഴ്സ്. ഓരോ പ്രാവശ്യം എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഓരോ പ്രാവശ്യം എന്ത് ഒക്കേഷനിലാണോ അല്ലെങ്കിൽ എന്ത് കാര്യമായിട്ടാണോ ഹോസ്പിറ്റൽസിൽ പേഷ്യൻസ് വരുന്നത്, അപ്പോഴൊക്കെ അവർക്ക് ഒരേ നമ്പർ പ്രൊവൈഡ് ചെയ്യും. ഓരോ നമ്പർ വരുമ്പോൾ ഇപ്പൊ ഇതൊന്ന് വന്നു, നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും എന്താ പറയാ, നമുക്ക് ഒരു ENT കാണണം, നമ്മൾ ഹോസ്പിറ്റലിലെ ENT പോയി കണ്ടു, അന്നേരം നമുക്കൊരു നമ്പർ തന്നു. സെയിം നമ്പർ കൊണ്ട് നമ്മൾ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ വേറെ ഒരു നമ്പർ, അടുത്തൊരു ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ പോകുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു, അന്നേരം നമുക്ക് വേറെ ഒരു നമ്പർ വരുന്നു. അങ്ങനെ ഓരോ പ്രാവശ്യവും ഹോസ്പിറ്റൽസിലേക്ക് വരുമ്പോൾ നമുക്ക് വേറെ നമ്പർ, ചീട്ടിന്റെ നമ്പർ അല്ല കേട്ടോ, ഇത് നമ്മളുടെ നമുക്കുള്ള മെഡിക്കൽ റെക്കോർഡുകൾ കീപ്പ് ചെയ്യാനുള്ള ഒരേ നമ്പർ അവർ പ്രൊവൈഡ് ചെയ്യുന്നു. ആ നമ്പർ അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഈച്ച് ആൻഡ് എവറി ഒക്കേഷൻസിലും പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, there will be more than one record in the hospital. അപ്പൊ ഒരു എന്ത് പറ്റും, ഒരു പേഷ്യന്റിന് ഒരു ഹോസ്പിറ്റലിൽ കുറെ റെക്കോർഡുകൾ ഉണ്ട്. അപ്പൊ എന്റെ പേരിൽ തന്നെ ചിലപ്പോ ENT വിഭാഗത്തിലെ പേരും അതിന്റെ കിടക്കണ്ടായിരിക്കും, വേറെ വിഭാഗത്തിൽ അവിടെയും കിടക്കണ്ടാവും, കാരണം അവിടെയും ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് വേറെ റെക്കോർഡാണ്. അങ്ങനെ പല റെക്കോർഡ്സ് പല സ്ഥലങ്ങളിലായിട്ടൊക്കെ കിടക്കും അല്ലെ. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യണം, ഈ പറയുന്ന റെക്കോർഡ്സ് ഓരോ പുതിയ പ്രാവശ്യം ചെല്ലുമ്പോഴും ന്യൂ റെക്കോർഡ്സ് വിൽ ബി ഡെവലപ്ഡ്, കാരണം പുതിയ റെക്കോർഡുകൾ ഉണ്ടാകുകയാണല്ലോ. അങ്ങനെ വരുന്ന ആ റെക്കോർഡ്സ് എല്ലാം തന്നെ പേഷ്യൻസിന്റെ നെയിം അനുസരിച്ച് പല സ്ഥലങ്ങളിലും ഉള്ളതൊക്കെ അതാത് സ്ഥലത്ത് ഓരോ പേഷ്യന്റിന്റെ നമ്പറൊക്കെ കൊടുത്ത് അതവിടെ കൃത്യമായിട്ട് അവിടെ തന്നെ വെക്കുന്നു എന്നാണ്. അതാത് ഡിപ്പാർട്ട്മെന്റിൽ എവിടേക്കാണോ അവിടെയൊക്കെ ഫയൽ ചെയ്ത് വെക്കും. ഇപ്പൊ ENT പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഫയലില് ആ പേഷ്യന്റിന്റെ പേരും നമ്പറൊക്കെ വെച്ചിട്ട് അവിടെ വെക്കുന്നു. വേറെ വിഭാഗത്തിൽ പോയി അവിടെ. അങ്ങനെ ഓരോ പ്രാവശ്യം വരുന്ന ഓരോ ഒക്കേഷൻസിലും നമ്മൾ വരുന്ന ട്രീറ്റ്മെന്റിന് നമുക്ക് തരുന്ന നമ്പേഴ്സ് അനുസരിച്ച് അവിടെ ആ ഫയൽസ് അവിടെ അങ്ങനെ സൂക്ഷിക്കും. അപ്പൊ ഡിഫറെന്റ് ഫയലുകൾ വരുമെന്ന് മനസ്സിലായാൻ വേണ്ടി ഡിഫറെന്റ് റെക്കോർഡ്സ് വരും. അതാണ് സീരിയൽ നമ്പറിംഗ്. ഓരോ നമ്പറുകളും കൊടുത്ത് അത് അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വേറെ നമ്പർ ആയിരിക്കും, ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള നമ്പർ ആയിരിക്കില്ല, സീരിയൽ നമ്പർ ആയിരിക്കില്ല വേറെ സ്ഥലത്ത്. ഓക്കെ, അങ്ങനെ കൊടുക്കുന്നു. ഇനി അത് കുറച്ചുകൂടി ക്ലിയർ ആകാൻ നമുക്ക് തൊട്ടടുത്ത നമ്പറിംഗ് സിസ്റ്റം ഒന്ന് വായിച്ചു നോക്കിയാൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. എന്താണ് അതില്?
യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം ആണ്. യൂണിറ്റ്, അപ്പൊ യൂണിറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? യൂണിറ്റ് മീൻസ് വൺ എന്ന് തന്നെയാണ്. വൺ യൂണിറ്റ്, ഒരു യൂണിറ്റ്. ഒരു യൂണിറ്റ് എന്ന് പറയുന്നതിനേക്കാൾ വളരെ നല്ല വാക്ക് യൂണിറ്റ് എന്ന് തന്നെയാണ്. That means it makes one. ഒന്നാണ് അർത്ഥം. Here, ഇവിടെ patients are allocated only a number. ഒരു നമ്പറെ പേഷ്യന്റിന് കൊടുക്കുന്നുള്ളൂ. And it will be provided at the first time of admission. പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് ഒരു പ്രാവശ്യം മാത്രമാണ് ആ നമ്പർ കൊടുക്കുക. പിന്നീട് എപ്പോ വിസിറ്റ് ചെയ്താലും we can use that same number. ആ നമ്പർ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പിന്നീട് വരുന്ന ഓരോ വിസിറ്റിനും ഓരോ അഡ്മിഷൻസിനും സെയിം നമ്പർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ആൻഡ് അതുകൊണ്ട് തന്നെ എന്ത് പറയും, നമ്മള് ഒരു റെക്കോർഡ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ആ ഒരു പേഷ്യന്റിനെ വിച്ച് കമ്പോസിറ്റ് ഓഫ് ഓൾ ദ ഡാറ്റാസ്. ഈ ഒരു യൂണിറ്റ് ഓഫ് റെക്കോർഡില് എല്ലാ ഡാറ്റയും ആ പേഷ്യൻസിനെ സംബന്ധിക്കുന്നത് അവിടെ ഉണ്ടായിരിക്കും. അതെല്ലാം കൂടി ഗ്യാദർ ചെയ്ത് പേഷ്യന്റിന് ഒറ്റ റെക്കോർഡാക്കി മാറ്റുന്നു. ആൻഡ് ദർ ഈസ് നോ റിഗാർഡ് ടു എനി അതർ നമ്പർ ഓഫ് ടൈപ്സ് ഓഫ് സർവീസസ്. എവിടെയൊക്കെ ഏതൊക്കെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അത്രയും സർവീസസ്, ഇത്ര എണ്ണം സർവീസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തു എന്ന് വിചാരിച്ച ഓരോ നമ്പറും ഓരോ സർവീസിന് കൊടുക്കുന്നില്ല എന്ന്. റിഗാർഡ്ലെസ് എന്ന് പറഞ്ഞ നെഗറ്റീവ് മീനിങ് ആണ്. റിഗാർഡ്ലെസ് ഓഫ് ദ നമ്പർ ഓർ ടൈപ്സ് ഓഫ് സർവീസസ് പ്രൊവൈഡഡ്. അവിടെ നമ്മൾ ഇതൊന്നും കണക്കിലെടുക്കുന്നില്ല. എത്ര തരത്തിലുള്ള സേവനങ്ങൾ കൊടുത്തു, എത്ര എണ്ണം സേവനം കൊടുത്തു എന്നുള്ളത് പരിഗണിക്കാതെ ഒരു പേഷ്യന്റിന് ഒരു നമ്പർ കൊടുക്കുന്നു. ആ ഒരേ നമ്പറിൽ തന്നെ ഓരോ പ്രാവശ്യവും പിന്നീട് ഉണ്ടാകുന്ന അഡ്മിഷൻസിനും ട്രീറ്റ്മെന്റിനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് അതിന് ആ പേര് വന്നത് യൂണിറ്റ് നമ്പറിംഗ് എന്ന്. ക്ലിയർ ആണോ? മനസ്സിലായോ? ആൻഡ് ഈ ഒരു യൂണിറ്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി ഫൈൽഡ് ആസ് എ യൂണിറ്റ് ഇൻ വൺ ഫോൾഡർ. ഒരു യൂണിറ്റ് ഒരു ഫോൾഡർ ആക്കി ഒരേ ഒരു മെഡിക്കൽ റെക്കോർഡായിട്ട് അവിടെ കീപ്പ് ചെയ്യും. അതാണ് സീരിയൽ നമ്പറിങ്ങും യൂണിറ്റ് നമ്പറിങ്ങും തമ്മിൽ മനസ്സിലാക്കാനായിട്ട് നമ്മൾ അങ്ങനെ ആലോചിച്ചാൽ മതി. സീരിയൽ നമ്പറിംഗില് ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോ നമ്പർ കൊടുക്കുന്നു. there will be a lot of മെഡിക്കൽ റെക്കോർഡ്സ്. അപ്പൊ 1, 2, 3 മെഡിക്കൽ റെക്കോർഡ് ഒരു പേഷ്യന്റിന് ഉണ്ടാകും. എവിടെയൊക്കെയാണോ നമ്മൾ ആ സർവീസ് ലഭ്യമാക്കിയിരിക്കുന്നത് അവിടെയൊക്കെ ആ ഫയലില് അതങ്ങനെ സൂക്ഷിക്കും. എന്നാൽ യൂണിറ്റ് റെക്കോർഡിംഗിൽ ഒരു നമ്പർ വിൽ ബി അലോട്ടഡ്. ഒരു നമ്പറേ കൊടുക്കുന്നുള്ളൂ. സബ്സിക്വന്റ് വരുന്ന വിസിറ്റ്സിനും നമ്മളുടെ അഡ്മിഷൻസിനും ഔട്ട് പേഷ്യന്റ് ആയിട്ട് വരുന്നതിലൊക്കെ നമ്മൾക്ക് അതേ നമ്പർ ഉപയോഗിക്കാം. there will be then only one record. അപ്പൊ ഒരു യൂണിറ്റ് ഓഫ് റെക്കോർഡേ നമുക്ക് ഉണ്ടാകുന്നുള്ളൂ. ആ യൂണിറ്റ് ഓഫ് റെക്കോർഡിന്റെ കീഴിൽ നമുക്ക് എത്ര കാലം വരെ നമ്മുടെ മരണം വരെ നമുക്ക് ട്രീറ്റ്മെന്റിൽ വേണമെങ്കിൽ പോകാൻ സാധിക്കും. ആൻഡ് there will be only one file, one medical record for any patient in one folder. ഒരു ഫോൾഡറിൽ ഒരു മെഡിക്കൽ റെക്കോർഡ് മാത്രമേ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് ഉണ്ടാകുന്നുള്ളൂ. ക്ലിയർ ആയോ? സീരിയൽ നമ്പറിങ്ങും യൂണിറ്റ് നമ്പറിങ്ങും മനസ്സിലായോ? എളുപ്പമല്ലേ പഠിക്കാൻ? അതൊന്ന് വായിച്ചു നോക്കിയേ. ആ സീരിയൽ നമ്പറിങ്ങും, അതായത് നമ്മുടെ മെഡിക്കൽ റെക്കോർഡുകളൊക്കെ ഫയൽ ചെയ്ത് സൂക്ഷിക്കുന്നതിന് ഏതെങ്കിലും ഈ മാർഗങ്ങളെ ഏതെങ്കിലും ഒക്കെ സ്വീകരിക്കാം. ഓരോ ഹോസ്പിറ്റൽസിനും എല്ലാവരും ഒരേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഏത് ഫയലുകളൊക്കെ സൂക്ഷിക്കാൻ നമ്മൾ ഏത് സിസ്റ്റം ഫോളോ ചെയ്യണമെന്ന് ഓരോ ഹോസ്പിറ്റൽസിനും അവരുടേതായ രീതിയിലുള്ള കാര്യങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ട് നമുക്കത് ഫോളോ ചെയ്യാം. ഈ 5 രീതിയിലുണ്ട് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. 5 രീതിയും നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞത് 2 രീതി മാത്രമേ ഉള്ളൂ. സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം, യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. യൂണിറ്റ് നമ്പർ, യൂണിറ്റ് മീൻസ് 1 ആണെന്ന് ഓർക്കുക. ഓക്കെ, സീരിയൽ എന്ന് പറയുമ്പോൾ 1, 2, 3 കുറെ പേരുണ്ട്, കുറെ ഉണ്ടാവും. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കുക. അത് 2 നമ്മൾ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞതൊക്കെ അണ്ടർലൈൻ ചെയ്തല്ലോ അല്ലെ? TPR ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. പിന്നെ ഈ അസംബ്ലിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഇല്ലേ, അത് ഏതൊക്കെ ഫോൾഡേഴ്സിലാണെന്ന് ആ ഫോൾഡറുകളുടെ പേരുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കട്ടെ. പേരുകൾ മാത്രം. ഔട്ട് പേഷ്യന്റ്, കറസ്പോണ്ടൻസ്, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഇൻപേഷ്യന്റ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? TPR-ഉം പിന്നെ ഉണ്ട് കേട്ടോ, അത് മറന്നുപോയി പറയാം. ഫിസിക്കൽ തെറാപ്പി. ഫിസിക്കൽ തെറാപ്പിയിൽ ഏതൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? വാട്ടർ ഉപയോഗിച്ച്, എക്സസൈസ് ഉപയോഗിച്ച്, ഹീറ്റ് ഉപയോഗിച്ച്, ഇലക്ട്രിസിറ്റി, അങ്ങനെ അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഫിസിക്കൽ തെറാപ്പി എന്ന് പറയുന്ന പോയിന്റ്. പിന്നെ TPR. അത്രയാണ് ഇന്ന് ഞാൻ
നിങ്ങളോട് മാർക്ക് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ ഓക്കെ, ഞാൻ ഇന്ന് ഇത്ര എടുക്കുന്നുള്ളൂ. ഇനി അധികം കൊടുത്തു കഴിഞ്ഞാൽ അധികമായാൽ ശരിയാവില്ല. കുറെ എടുത്താൽ നിങ്ങൾക്ക് ബോറടിക്കും. ബോറടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഇഷ്ടപ്പെടില്ല. ഓക്കെ, അധികമായി കഴിഞ്ഞാലല്ലേ എല്ലാം അധികമായാൽ ഇത്രയൊക്കെ ഇതൊക്കെ എന്റെ മാക്സിമം ലിമിറ്റാണ്. 3.5 പേജൊക്കെ എടുക്കാന്ന് പറയുന്നത് വരെ അത്ര എന്താ പറയാ ബുദ്ധിമുട്ടില്ലാത്ത, അതെ അതെ, അധികം ബുദ്ധിമുട്ടില്ലാത്ത ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് എനിക്ക് ഇത്ര എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ എന്റെ പ്രീവിയസ് ക്ലാസ്സസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നമ്മൾ എത്ര പേജ് ചെയ്ത അല്ലേ ക്ലാസ് എടുത്തതെന്നൊക്കെ. ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എടുത്തപ്പോ ഒക്കെ വെറും 1 പേജ് അല്ലെങ്കിൽ 1/4 പേജ്, 1.25 പേജൊക്കെ മാത്രമേ എടുത്തിട്ടുള്ളൂ. 3.5 പേജൊക്കെ നമ്മുടെ എന്താ പറയാ റെക്കോർഡ് ക്ലാസ്സുകളാണ്. അത് തന്നെ കുറെ ഇങ്ങനെ നമ്മൾ കേൾക്കുമ്പോഴേ ഇപ്പൊ ഇത് വലിയ കുഴപ്പമില്ലാത്ത ചാപ്റ്റർ, പക്ഷെ വേറെ ചാപ്റ്റേഴ്സ് എനിക്കറിയാം. മെറ്റീരിയൽ മാനേജ്മെന്റ് അങ്ങനെയൊക്കെ ഉള്ള ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഭയങ്കരമായിട്ട് ബർഡൻ ആയി തീരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര വെച്ച് പിന്നെ അധികം നമുക്ക്